Good Good morning. afternoon, teacher. Good afternoon. Good afternoon. അപ്പൊ നമ്മ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത ചാപ്റ്റർ എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്തത്, ചാപ്റ്റർ 49. അതില് നമ്മൾ ഇനി എടുക്കുന്ന ടോപ്പിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഇൻഫർമേഷൻസ് ആണ്. ഇനി എന്തൊക്കെ ടൈപ്പിലാണ് ക്ലിനിക്കൽ ഇൻഫർമേഷൻസ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഏതൊരു ടൈപ്പ് ക്ലിനിക്കൽ ഇൻഫർമേഷൻസ് ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട് എന്നാണ് ഇനി എടുക്കാൻ പോകുന്ന ടോപ്പിക് കേട്ടോ. ഓക്കെ, ഈ ആദ്യം പറയുന്നത് നമുക്ക് ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റംസ് 4 അവർ പറയുന്നത്. ഇലക്ട്രോണിക് ഹെൽത്ത് കെയർ റെക്കോർഡ്സ് ആണ് ആദ്യത്തത്. പിന്നെ ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ട്. ആദ്യത്തത് ഇലക്ട്രോണിക് ഹെൽത്ത് കെയർ റെക്കോർഡ്സ്, രണ്ടാമത്തത് ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം, ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം, മൂന്നാമത്തത് റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം, റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം, 4 കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ എൻട്രി ഓർഡർ. എന്താണ് കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ എൻട്രി ഓർഡർ? ഓക്കെ, 4 സിസ്റ്റത്തെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. ഇൻഫർമേഷൻ സിസ്റ്റത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഇലക്ട്രോണിക് ഹെൽത്ത് കെയർ റെക്കോർഡ്, അതിന് നമ്മൾ ഷോർട്ട് ആയിട്ട് EHR എന്ന് പറയും. എന്താണ് ഷോർട്ട് ആയിട്ട് ഇലക്ട്രോണിക് ഹെൽത്ത് കെയർ റെക്കോർഡ്സിനെ പറയുന്നത്? EHR എന്ന് പറയും. ഈ EHR-ഉം EMR-ഉം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഇലക്ട്രോണിക് ഹെൽത്ത് കെയർ റെക്കോർഡ്സ് എന്നും അതേപോലെ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് എന്നും ഇതിനെ തന്നെ പറയും. എന്താണ് ഹെൽത്ത് കെയർ റെക്കോർഡ്സ് എന്ന് പറയും. അതേപോലെ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് എന്നും ഇതിന്റെ വേറൊരു പേരാണ് കേട്ടോ. ഈ ഇലക്ട്രോണിക് ഹെൽത്ത് കെയർ റെക്കോർഡ്സിൽ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യന്റിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ്, അദ്ദേഹത്തിന്റെ മെഡിക്കൽ ഹിസ്റ്ററി ഉണ്ടാവും. നമ്മൾ പറഞ്ഞോ പേഷ്യന്റ് ഡീറ്റെയിൽസ് അടിച്ച് നോക്കുമ്പോൾ കിട്ടും എന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ എവിടെ സ്റ്റോർ ചെയ്ത് വെക്കണം, എവിടെ റെക്കോർഡ് ചെയ്ത് വെക്കണം? ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതിൽ ആ പേഷ്യന്റിനെ കുറിച്ചിട്ടുള്ള ഹിസ്റ്ററി, അദ്ദേഹം എടുക്കണം മെഡിസിൻസ്, മെഡിക്കേഷൻ ഏതൊക്കെ എടുക്കണത്, ഏതൊക്കെ മെഡിസിൻ ഡെയിലി ആയിട്ട് കഴിക്കുന്നുണ്ട്, അതേപോലെ അദ്ദേഹത്തിന് ഏതൊക്കെ മെഡിസിനിൽ അലർജി ഉണ്ട്, പിന്നെ എത്ര ഇമ്മ്യൂണൈസേഷൻ സ്റ്റാറ്റസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര വാക്സിൻ ഒക്കെ, എന്തൊക്കെ വാക്സിൻ എടുത്തിട്ടുണ്ട്. ഇപ്പൊ എല്ലാവരും കോവിഡ് വാക്സിൻ എടുത്തിട്ടുണ്ടോ ഇല്ലയോ, അതിൽ ഏത് വാക്സിൻ ആണ് എടുത്തത് എന്നുള്ള ഡീറ്റെയിൽസ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. കോവിഡിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇപ്പൊ നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട് ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ എന്താ ചോദിക്കും, നിങ്ങൾ വാക്സിൻ എടുത്തിട്ടുണ്ടോ കോവിഡിന്റെ? അപ്പൊ കോവിഡിന്റെ ഏത് വാക്സിൻ ആണ്? ഇപ്പൊ കോവിഷീൽഡ് ആണോ, കോവാക്സിൻ ആണോ നിങ്ങൾ എടുത്തിരുന്നത്, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വാക്സിൻ ആണോ എടുത്തിരിക്കുന്നത്? അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ എന്തിലുണ്ടാവും? ഈ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സിൽ ഉണ്ടാവും. അതേപോലെ നമ്മുടെ ലാബ് ടെസ്റ്റ് ചെയ്ത റിസൾട്ടുകൾ, ലാബോറട്ടറി ടെസ്റ്റ് റിസൾട്ട് ഉണ്ടാവും. റേഡിയോളജി ഇമേജുകൾ, നമ്മ വല്ല എക്സ്റേയോ അല്ലെങ്കിൽ സ്കാനോ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിലൊരു ബ്ലാക്ക് കളറിലൊരു ഇമേജ് ഉണ്ട്. ആ ഇമേജും എന്തിലുണ്ടാവും? ഈ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സിൽ ഉണ്ടാവും. പിന്നെ വൈറ്റൽ സയൻസ്, നമ്മള് ഉള്ള കാര്യങ്ങൾ, പിന്നെ പേഴ്സണൽ ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ്, ഏജ് എത്രയാണ്, ഫീമെയിൽ ആണോ മെയിൽ ആണോ, അതേപോലെ വെയിറ്റ്, അങ്ങനത്തെ ഇൻഫർമേഷൻസ്. അത് കൂടാണ്ട് നമ്മുടെ ബില്ലിംഗ് ഇൻഫർമേഷൻ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടുന്ന് ട്രീറ്റ്മെന്റ് എടുത്ത് പോയപ്പോ നമ്മൾ എന്തൊക്കെ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ട്, അതേപോലെ അതിന്റെ എത്ര ബില്ല് ചാർജ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ, ഒരു ഓവറോൾ ഒരു പേഷ്യന്റിനെ കുറിച്ച് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും എവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും? ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും. ഓരോ പേഷ്യൻസിന്റെ എന്താണ് ഓവറോൾ അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എവിടെയാണ്? ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സിലാണ്. ഓരോ പേഷ്യൻസിനും അവർക്ക് ഐഡന്റിക്കൽ ആയിട്ടുള്ള നമ്പേഴ്സ് ഉണ്ടാവും. ഓരോരുത്തരുടെ നമ്പർ അനുസരിച്ചായിരിക്കും ഓരോരുത്തരുടെ പേരും നമ്പറും ഉണ്ടാവും. അപ്പൊ ആ ഒരു ഓർഡറിലായിരിക്കും അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമ്മൾ മുമ്പ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലുകളൊക്കെ പോകുമ്പോ, നമ്മളിപ്പോ സ്ഥിരമായിട്ടൊരു ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ അവിടെ ചീട്ട് എടുക്കൂലേ? അപ്പൊ അവിടെ ചീട്ട് എടുക്കുമ്പോൾ തന്നെ നമ്മൾ അഡ്മിഷൻ എടുക്കുമ്പോൾ അഡ്മിഷൻ ഒരു കാർഡ് തരുമല്ലോ നമുക്ക്. ആ കാർഡിൽ നമ്മുടെ പേരും നമ്പറും ഉണ്ടാവും. അടുത്ത പ്രാവശ്യം നമ്മൾ ട്രീറ്റ്മെന്റിന് പോകുമ്പോ എങ്ങനെയാണ്? ഇതേ കാർഡ് കൊണ്ടു ചെന്നാൽ മതി. നമ്മുടെ പഴയ ചീട്ട് എടുക്കുവര് ഈ കാർഡ് നോക്കിയിട്ട് നമ്പർ അനുസരിച്ച് പേപ്പർ ആയിരുന്നു ഒരുപാട് കെട്ടിന്ന് നമ്മുടെ ചീട്ട് എടുത്തിട്ട് അതിലായിരിക്കും ഡോക്ടറിനെ പിന്നെ കാണിക്കുന്നത്. ആ ചീട്ടായിരിക്കും നമ്മൾ കാണിക്കുന്നത്. മുമ്പ് പേപ്പർ വർക്ക് ആയിരുന്നു ഭയങ്കര, അത് സൂക്ഷിച്ചു വെക്കാൻ തന്നെ ഭയങ്കര പാടാണ്. കാരണം എങ്ങനെ വേണമെങ്കിലും ചീത്തയിൽ പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്, കംപ്ലൈന്റ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം
അങ്ങനെയായിരുന്നു എന്ത് മുമ്പ് ഹെൽത്ത് കെയർ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്തത്. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ്, നെറ്റ്വർക്ക് ബേസ്ഡ് ആണ്. ഇപ്പൊ ഓരോരുത്തരുടെ സിസ്റ്റത്തിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പേഷ്യന്റ് വരുന്ന പേഷ്യന്റെ പേര് ഫോൺ നമ്പർ അടിക്കുമ്പോൾ പേഷ്യന്റെ പേര് അടിക്കാം, രണ്ടോ അതിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കുക, ഫോൺ നമ്പർ കൂടി ചോദിക്കുമ്പോൾ നമുക്ക് എന്താണ് അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് വരെയാണ്, ഡീറ്റെയിൽസ് നമ്മുടെ സിസ്റ്റത്തിന്റെ ഫ്രണ്ടിലേക്ക് വരെയാണ് അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം. എല്ലാ കാര്യങ്ങളും ചെറിയ ഫ്യൂ ക്ലിക്സിനുള്ളിൽ നമ്മുടെ സിസ്റ്റത്തിൽ വന്നിട്ട് പ്രസന്റ് ആയിട്ടുണ്ടാവും. അതേപോലെ ഇത് എവിടെ ഇരുന്ന് വേണമെങ്കിൽ നമുക്ക് നോക്കാം. ഇപ്പൊ റിസപ്ഷനിൽ നമ്മൾ ചെല്ലുമ്പോ തന്നെ പറയുന്ന എന്റെ പേര് എന്താണ് അപർണയാണ്, ഞാനിവിടെ ഇന്ന് ട്രീറ്റ്മെന്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് എന്റെ കാർഡ്, ഇതാണ് എന്റെ നമ്പർ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അവരപ്പം തന്നെ ആ നമ്പർ അടിച്ചു നോക്കുമ്പോ ഞാൻ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് എടുത്തിട്ടുള്ളത്, ഏതൊക്കെ മെഡിസിൻ എനിക്ക് അലർജി ഉണ്ട്, എന്റെ ഇമ്മ്യൂണൈസേഷൻ സ്റ്റാറ്റസ് എന്താണ്, എന്റെ ഏതെങ്കിലും ലബോറട്ടറി ടെസ്റ്റിന്റെ റിസൾട്ട് എന്താണ്, എനിക്ക് ആ സമയത്ത് ഞാൻ ഷുഗർ ഉണ്ടായിരുന്നെങ്കിൽ ഷുഗറിന്റെ റിസൾട്ട് ഒക്കെ അതിലുണ്ടാവും. ഇപ്പൊ നമുക്കത് നോക്കാൻ പറ്റും. ഡോക്ടർമാര് എന്ത് ഈ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് റെഫർ ചെയ്യുമ്പോൾ മുമ്പ് ഷുഗർ ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ നിങ്ങൾക്ക് ഷുഗർ എത്രയാണ്, ഷുഗറിന്റെ ലെവൽ എത്രയാന്നൊക്കെ പെട്ടെന്ന് ചോദിക്കാനും അത് പറഞ്ഞു കൊടുക്കാനൊക്കെ പറ്റും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതേപോലെ പേഷ്യന്റിനോട് തന്നെ വീണ്ടും ചോദിക്കേണ്ടതില്ല, അയാളുടെ പേര് എന്താണ്, ഏജ് എന്താണ്, എവിടെന്നാ വരുന്നത്, അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒന്നും വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കണ്ട. കാരണം ഓൾറെഡി അത് നമ്മുടെ സിസ്റ്റത്തിൽ എൻ്റർ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് നോക്കിയാൽ മതി. അപ്പൊ എവിടെന്നാ വന്നതെന്നും ഏജ് എത്രയാണെന്നും അതേപോലെ നമ്മുടെ വെയിറ്റ് എത്രയാണെന്നുള്ളത് എല്ലാ പ്രാവശ്യവും ഓരോ പ്രാവശ്യം ഹോസ്പിറ്റലിൽ വരുമ്പോൾ ചോദിക്കണം. ആ ഒരു ടൈം നമുക്ക് എന്ത് ചെയ്യാൻ സേവ് ചെയ്യാൻ പറ്റും. വേഗം തന്നെ ഡോക്ടറിന്റെ അടുത്തേക്ക് ആ പേഷ്യന്റ് പാസ് ചെയ്യാം. സാറിന്റെ അപ്പോയിന്റ്മെന്റ് ശരിയാണ്, സാറിന്റെ ഡോക്ടർ ഇന്ന ഇതിലേക്കാണ് ഫോണിൽ പറഞ്ഞ് നമ്മൾ കാണിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഓരോ പ്രാവശ്യം പേഷ്യന്റ് വരുമ്പോൾ എന്ത് ചെയ്യണം, പേര് എഴുതിയൊക്കെ വെക്കണം, ഡീറ്റെയിൽസ് ഒക്കെ റെക്കോർഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ വേണ്ട ഇവിടെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് ഇലക്ട്രോണിക്കിലാണ്, അത് അപ്ഡേറ്റഡ് ആണ്, അപ്പൊ തന്നെ ഡീറ്റെയിൽസ് കയറിക്കൊണ്ട്. ഇപ്പൊ നമ്മ രണ്ടാമത് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് പോകുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണോ അതനുസരിച്ച് അവർ എന്ത് ചെയ്തോളും, എൻട്രി ചെയ്തോളും, ഡീറ്റെയിൽസ് ഒക്കെ എൻട്രി ചെയ്തോളും. പിന്നെ എന്തെങ്കിലും ടെസ്റ്റിന്റെ റിസൾട്ട് ഉണ്ടെങ്കിൽ അതും അവർ ആ റെക്കോർഡിലേക്ക് എന്ത് ചെയ്തോളും, കയറ്റിട്ടോളും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എവിടെയാണ്, നമ്മുടെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിലാണ്. ഈ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് കുറച്ച് വലിയ ടോപ്പിക് ആണ്, ഞാനൊന്ന് ഓരോന്നായിട്ട് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് ഈസ് എ സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് പേഷ്യൻസ് ആൻഡ് പോപ്പുലേഷൻ ഇലക്ട്രോണിക്കലി റെക്കോർഡ് ഹെൽത്ത് ഇൻഫർമേഷൻ ഇൻ ഡിജിറ്റൽ ഫോർമാറ്റ്. അപ്പൊ ഒരു സിസ്റ്റമാറ്റിക് ബോഡിയാണ്, പേഷ്യൻസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇലക്ട്രോണിക്കലി എന്ത് ചെയ്യണം, അവർ മെയിൻറ്റെയിൻ ചെയ്യണം, ഡിജിറ്റലൈസ്ഡ് ഫോർമാറ്റിലേക്ക് ആക്കി മെയിൻറ്റെയിൻ ചെയ്യണം ഹെൽത്ത് ഇൻഫർമേഷൻസ്. ഇതാണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദീസ് റെക്കോർഡ്സ് ക്യാൻ ബി ഷെയർഡ് അക്രോസ് ഡിഫറെന്റ് ഹെൽത്ത് കെയർ സെറ്റിംഗ്സ്. നമുക്ക് ഈ ഇൻഫർമേഷൻസ് എല്ലാവരായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷെയർ ചെയ്യാനായിട്ട് പറ്റും. അടുത്ത റെക്കോർഡ്സ് ആർ ഷെയർഡ് ത്രൂ നെറ്റ്വർക്ക് കണക്റ്റഡ് ആയിട്ടുള്ള ഇതുവഴിയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. എന്റർപ്രൈസ് വൈഡ് ഇൻഫർമേഷൻ സിസ്റ്റം ആൻഡ് അതർ ഇൻഫർമേഷൻ നെറ്റ്വർക്ക് ആർ എക്സ്ചേഞ്ച്. നമുക്ക് ഇൻഫർമേഷൻ നെറ്റ്വർക്ക് വഴിയൊക്കെ നമുക്ക് ഇൻഫർമേഷൻസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഷെയർ ചെയ്യാനും അതൊക്കെ നോക്കാനൊക്കെ പറ്റും. ഇതിൽ വരുന്നതാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് മേ കൺസിസ്റ്റ് ഓഫ് റേഞ്ച് ഓഫ് ഡാറ്റാസ്. ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ടാവും അതിൽ. ദാറ്റ് ഇൻക്ലൂഡ്സ് എന്തൊക്കെയാണ്, ഡെമോഗ്രാഫിക് ഡീറ്റെയിൽസ് ഉണ്ടാവും, മെഡിക്കൽ ഹിസ്റ്ററീസ് ഉണ്ടാവും, ആ വ്യക്തിക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ട്, ഇപ്പൊ മുമ്പ് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങൾ, എന്തെങ്കിലും ഓപ്പറേഷൻസ് ഒക്കെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, അതൊക്കെ എന്താണ് ഈ റെക്കോർഡിൽ റെക്കോർഡായിരിക്കും. പിന്നെ മെഡിക്കേഷൻസ്, മെഡിസിൻ ഏതൊക്കെ എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും മെഡിസിൻ അലർജി ഉണ്ടോ, മെഡിസിൻസ് ആൻഡ് അലർജി, ഇമ്മ്യൂണൈസേഷൻ സ്റ്റാറ്റസ്, ലബോറട്ടറി റിസൾട്ട്, റേഡിയോളജിക് ഇമേജ്, വൈറ്റൽ സയൻസ്, പേഴ്സണൽ സ്റ്റാറ്റ്. ഇത്രയും കാര്യങ്ങളൊക്കെ എന്താണ് നമ്മുടെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിൽ ഉണ്ടാവും. അത് കൂടാണ്ട് അദ്ദേഹത്തിന്റെ ഏജ്, പേഴ്സണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, സച്ച് ആസ് ഏജ്, വെയിറ്റ്, ബില്ലിംഗ് ഇൻഫർമേഷൻ, ഇതും ഉണ്ടാവും. ഇത് എത്രയാണ് അദ്ദേഹത്തിന്റെ ഏജ്, മെയിൽ ആണോ ഫീമെയിൽ ആണോ, അതേപോലെ വെയിറ്റ് എങ്ങനെയാണ്, ബില്ലിംഗ് ഇൻഫർമേഷൻസും എന്തിലുണ്ടാവും, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സിൽ ഉണ്ടാവും. നമ്മൾ ഓരോ പ്രാവശ്യവും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ആ ടൈമിൽ എടുക്കുന്ന ട്രീറ്റ്മെന്റും കൂടെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇതിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ, ഇനി എന്താണ്, ഫോർ സെവറൽ ഡിസൈഡ് ഹെൽത്ത് റെക്കോർഡ്സ് ഹാസ് ബീൻ
ഇവാലുവേറ്റഡ് ആസ് എ കീ ഓഫ് എൻഹാൻസിങ് ക്വാളിറ്റി കെയർ. അപ്പൊ നമ്മുടെ ഒരുപാട് നാളായിട്ട് ഇങ്ങനെ ഇലക്ട്രിക് ഹെൽത്ത് റെക്കോർഡ്സ് എന്തായിട്ട് നമ്മുടെ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ എന്താണ്, നമ്മൾ ഈ ഡീറ്റെയിൽസ് പേഷ്യന്റ് നമ്മുടെ ഹോസ്പിറ്റലിൽ വരുമ്പോൾ തന്നെ നമുക്ക് പേഷ്യന്റിനെ കുറിച്ച് അത്യാവശ്യം അറിയാനുള്ള പാസ്റ്റ് ഹിസ്റ്ററി അറിയാം. അപ്പൊ അതനുസരിച്ച് നമുക്ക് അദ്ദേഹത്തിന് എന്ത് കൊടുക്കാൻ പറ്റും, നല്ല ട്രീറ്റ്മെന്റ്, നല്ല കെയർ കൊടുക്കാനായിട്ട് പറ്റും. Electric health records are used for other reasons than chatting for patient. Today, providers are using data from the patient record to enhance quality outcome by means of their കെയർ മാനേജ്മെന്റ് പ്രോഗ്രാം. അപ്പൊ എന്താണ് കെയർ മാനേജ്മെന്റ് പ്രോഗ്രാം ഒക്കെ ആയിട്ട് നമ്മുടെ ഹെൽത്ത് കെയർ റെക്കോർഡ്സ് അവർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതനുസരിച്ച് നമുക്ക് ഓരോ പേഷ്യൻസിന് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, കെയർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് കമ്പൈൻ ഓൾ പേഷ്യൻസ് ഡെമോഗ്രാഫിക് ഇൻ ടു ലാർജ് പൂൾ and use this information to help with the creation of new treatment or innovation in healthcare delivery, which overall improve the goal of healthcare. അപ്പൊ നമുക്ക് ഈ ഹെൽത്ത് കെയർ റിപ്പോർട്ട് നോക്കിയിട്ട് ഇപ്പം കുറച്ച് പഠനങ്ങളൊക്കെ നടത്താൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും, ഹെൽത്ത് കെയർ റിപ്പോർട്ട്സുകൾ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ന്യൂ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാനോ എന്ന് വെച്ചാൽ ഈ ഹെൽത്ത് റെക്കോർഡ് ഉണ്ട്, ഒരു കോമൺ ആയിട്ടൊരു അസുഖം വരികയാണെന്ന് വിചാരിക്കും. ഇപ്പൊ ടീനേജേഴ്സ് അല്ല, അത്യാവശ്യം യങ്ങേഴ്സിൽ എന്ത് ഷുഗർ, ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസ് കൂടുതലാണ്. നമുക്ക് ഹെൽത്ത് റെക്കോർഡ് ചെക്ക് ചെയ്ത്, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് ചെക്ക് ചെയ്തതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് യങ്ങേഴ്സിൽ ഷുഗറിന്റെ ഡയബറ്റിക് പേഷ്യൻസ് കൂടുതലാണ്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് എന്ത് കൊടുക്കാം, പുതിയ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഡയബറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതിന്റെ സ്പെഷ്യലിസ്റ്റിനാ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ടുവരാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. അപ്പൊ പുതിയൊരു ഇന്നോവേഷൻ ആണ്, പുതിയൊരു ബ്രാഞ്ച് ഓഫ് ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് നോക്കി മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ അങ്ങനത്തെ പുതിയ ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. വിച്ച് ഓവറോൾ ഇംപ്രൂവ് ദ ഗോൾ ഓഫ് ദി ഹെൽത്ത് കെയർ. അത് നമ്മുടെ ഹെൽത്ത് കെയറിൽ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കമ്പൈനിങ് മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഡാറ്റ ഫ്രം ദ സിസ്റ്റംസ്, ഹെൽത്ത് റെക്കോർഡ്സ് ഹാസ് അറൈവ്ഡ് ക്ലിനിക്കൽ റെക്കഗ്നൈസ് ആൻഡ് സാറ്റിസ്ഫൈ ദ ക്രോളജിക്കൽ ഇൽ പേഷ്യൻസ്. അപ്പൊ എന്താണ് നമുക്ക് ഈ ക്രോളജിക്കൽ ആയിട്ടുള്ള ഇല്ലായിട്ടുള്ള പേഷ്യൻസിന്റെ റെക്കോർഡ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറഞ്ഞു. ഈ EHR can be improved the quality care by using data and analyze to avert hospitalization among high risk patients. നമുക്ക് ഈ ഡാറ്റ അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് അവരെ അനലൈസ് ചെയ്തിട്ട് ഈ ഡാറ്റ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് വേണ്ട പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോ ഹൈ റിസ്ക് പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് ഹോസ്പിറ്റലൈസേഷൻ എന്ത് ചെയ്യാം, കൊടുക്കാം. ഇപ്പൊ സാധാരണ ഇത് പറയുകയാണെങ്കിൽ ഇപ്പം ഹൈ റിസ്ക് പേഷ്യൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുമ്പ് ഏതെങ്കിലും ഒരു അസുഖത്തിന് അല്ലെങ്കിൽ ഇപ്പൊ ഒരു അസുഖത്തിന് ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്ക് വേറൊരു അസുഖം വന്നു, അപ്പൊ അതിന് വേണ്ടിയിട്ട് ട്രീറ്റ്മെന്റ് വരുമ്പോ നമ്മൾ അയാളുടെ ഹെൽത്ത് റെക്കോർഡ് ചെക്ക് ചെയ്തു, ഇലക്ട്രോണിക് ഹെൽത്ത് കെയർ റെക്കോർഡ് ചെക്ക് ചെയ്തപ്പോ അദ്ദേഹം ഇന്നൊരു ട്രീറ്റ്മെന്റിന് മെഡിസിൻ എടുക്കുന്ന ആളാണ്. അപ്പൊ അദ്ദേഹത്തിന് ഭാവിയിൽ അല്ലെങ്കിൽ ഇങ്ങനൊരു അസുഖം മെയിൻറ്റെയിൻ ചെയ്യണേ അദ്ദേഹത്തിന്റെ ഹെൽത്ത് കണ്ടീഷൻ കുറച്ചും കൂടി വേഴ്സ് ആവാനുള്ള ചാൻസ് ഉണ്ടെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് പറയാം സാറിന് ഇങ്ങനെ ഒരു അസുഖം ഉള്ളത് കൊണ്ട് നമുക്ക് എന്താ ഹോസ്പിറ്റലൈസേഷൻ ആയിരിക്കും നല്ലത്, അതാണ് സാറിന്റെ സേഫ്റ്റി, അല്ലെങ്കിൽ അത് കൂടുതൽ സേഫ്റ്റിയാണ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ, ഇവിടെ എല്ലാവരും ഉണ്ട്, അപ്പൊ ഇങ്ങനത്തെ ഒരു ചാൻസ് ഉള്ളതുകൊണ്ട് സാർ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ പേഷ്യന്റ് എന്ത് ചെയ്യണം, പ്രോപ്പർ ആയിട്ട് ഇവിടെ ഹോസ്പിറ്റലിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് അസുഖം മാറിയിട്ട് വിടാന്ന് പറയാം. കാരണം ചെറിയ പനിയൊക്കെ ഈ എന്താ പറയുക ക്യാൻസർ ഒക്കെ ഉള്ള പേഷ്യൻസ് ഉണ്ടല്ലോ, അവർക്കൊക്കെ ചെറിയ പനി അതേപോലെ ഭയങ്കര ചുമ കഫക്കെട്ടൊക്കെ വന്നിട്ട് അവർക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ്, ബോഡിയിൽ ഇൻഫെക്ഷൻ കൂടാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ അവർക്ക് അവരുടെ ഹെൽത്ത് കുറച്ചും കൂടി വേഴ്സ് ആവേണ്ടത്, ആരോഗ്യം കുറച്ചും കൂടി മോശമാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അത് പ്രോപ്പർ ആയിട്ട് കെയർ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് പറ്റും, ഇവരുടെ ഡാറ്റാസ് ഓൾറെഡി നമുക്ക് അറിയാമെങ്കിൽ, ഹെൽത്ത് റെക്കോർഡ്സ് ഓൾറെഡി നമുക്ക് നന്നായിട്ട് അറിയാമെങ്കിൽ, അല്ലെങ്കിൽ മെഡിക്കൽ ഹിസ്റ്ററി നന്നായിട്ട് അറിയാമെങ്കിൽ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, അതനുസരിച്ച് ചാർട്ട് ചെയ്യാനായിട്ട് പറ്റും. അടുത്താണ് EHR system are outlined to record and store the data correctly and to be capture the state of the patient over time. അപ്പൊ എന്താണ് ഇലക്ട്രോണിക് ഡാറ്റാസ് നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ എന്ത് ചെയ്യണം, ക്യാച്ച് ചെയ്യണം, അത് റെക്കോർഡ് ചെയ്ത് ക്യാപ്ചർ ചെയ്തിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കണം, സ്റ്റോർ ചെയ്ത് വെക്കണം സേഫ് ആയിട്ട്. ഇറ്റ് റിമൂവ്സ് ദ നീഡ് ടു ട്രാക്ക് ഡൗൺ ദ പേഷ്യന്റ് പ്രീവിയസ് പേപ്പർ മെഡിക്കൽ റെക്കോർഡ്സ് ആൻഡ് ഹെൽപ്പ് എൻഷുർ ഡാറ്റ ഈസ് അപ് ടു ഡേറ്റ്, ആക്യുറേറ്റ് ആൻഡ് റീഡബിൾ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
മുമ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ പേപ്പറിലായിരുന്നു എല്ലാ കാര്യങ്ങളും ഡോക്ടർമാരൊക്കെ എഴുതുന്നത് പേപ്പറിലായിരുന്നു. അതായിരുന്നു മുമ്പ് എല്ലാ ഹോസ്പിറ്റലും എന്ത് ചെയ്ത് വെച്ചിരുന്നത്, സൂക്ഷിച്ചു വെച്ചിരുന്നത്. അപ്പൊ അന്നത്തെ ഹാൻഡ് റൈറ്റിങ്ങിനൊക്കെ ആക്യുറേറ്റ് ആയിരുന്നില്ല, അത് റീഡ് ചെയ്യാനായിട്ട് പറ്റാത്ത ഒരു ഫോർമാറ്റ് ആണ്. പക്ഷെ അത് ഇലക്ട്രോണിക്കലി ആണെങ്കിൽ അല്ലെങ്കിൽ സിസ്റ്റത്തിലാണ് കയറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, വായിക്കാൻ പറ്റും. അതേപോലെ നമുക്ക് സൂക്ഷിച്ചു വെക്കാനും പറ്റും. കാരണം പേപ്പർ റെക്കോർഡ്സ് നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് എങ്ങനെയാണ് കൂടുതലാണ്. It also allows open communication between the patient and the provider while providing privacy and security. നമുക്ക് പേഷ്യന്റും പ്രൊവൈഡറും തമ്മിൽ നല്ലൊരു ഓപ്പൺ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നല്ലതാണ്. പ്രൈവസി സെക്യൂരിറ്റി ഒക്കെ മെയിൻറ്റെയിൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഇറ്റ് ക്യാൻ ലെസൺ the risk of data replication since there is only one modified file. അപ്പൊ ഡാറ്റാസ് റിപ്പീറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ ഡാറ്റ നോക്കുമ്പോൾ തന്നെ അറിയാം ഇതൊക്കെ ഫിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പിന്നെ അത് വീണ്ടും എന്ത് ചെയ്യണ്ട, റിപ്പീറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യേണ്ട കാര്യം വന്നില്ല. വിച്ച് മീൻസ് ദ ഫയൽ ഇസ് മോർ ലൈക്ലി ടു അപ് ടു ഡേറ്റ് ആയിരിക്കും. അപ് ടു ഡേറ്റ് എന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ടായിരിക്കും അവർ എന്ത് ചെയ്തിരിക്കുന്ന ഡാറ്റാസ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാകുന്നത്. അതേപോലെ തന്നെ റെഡ്യൂസ് റിസ്ക് ഓഫ് ലോസ് ഓഫ് പേപ്പർ വർക്ക്. പേപ്പേഴ്സ് ഒക്കെ നഷ്ടപ്പെട്ടു. ഇപ്പൊ നമ്മുടെ ഒരു മെഡിക്കൽ റെക്കോർഡ് പേപ്പറാണ് സൂക്ഷിക്കുന്നത്, പേപ്പർ ഫയലായിട്ടാണ് സൂക്ഷിക്കണമെങ്കിൽ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ടെസ്റ്റിന്റെ റിസൾട്ട് മിസ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷെ അതെല്ലാം സിസ്റ്റത്തിലേക്ക് സ്കാൻ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കും. അങ്ങനെ സിസ്റ്റത്തിൽ സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നഷ്ടപ്പെടാനുള്ള ചാൻസ് കുറവാണ്. അതേപോലെ നമ്മൾ സിസ്റ്റത്തിലേക്ക് സ്കാൻ ചെയ്ത് വരുമ്പോൾ കോസ്റ്റ് കുറവാണ്. സ്കാൻ ചെയ്ത ആ സംഭവം അതിലേക്ക് വരണം, അല്ലെങ്കിൽ ആ റിസൾട്ട് അതിലേക്ക് അറ്റാച്ച് ചെയ്യണമെന്നുള്ളൂ, ഡ്രൈവിലേക്ക് കേൾക്കിടാന്നൊക്കെ പറയുമ്പോൾ അതെന്താണ്, ആ കോസ്റ്റ് കുറവാണ് നമുക്ക്, അധികം പൈസ ചെലവൊന്നുമില്ല. ഈ പേപ്പർ ഒക്കെ ആണെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യണം, അതിനൊരു എന്താ വേണ ഒരു റെക്കോർഡ് റൂം വേണം, റെക്കോർഡൊക്കെ സൂക്ഷിച്ചു വെക്കാനായിട്ട് റെക്കോർഡ് റൂം വേണം, അതിനൊരാളെ ഏൽപ്പിക്കണം. ഇത് നോക്കണമല്ലോ, പ്രോപ്പറായിട്ട് പോകണ്ടെന്ന് നോക്കണം. അത് ഓരോരുത്തരുടെ റെക്കോർഡ് ഓരോ പേഷ്യൻസ് വരുമ്പോൾ ആ റെക്കോർഡ് അനുസരിച്ച് അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അവിടെ ആൾക്കാർ വേണം. അപ്പൊ അതൊക്കെ കുറയ്ക്കാൻ പറ്റും. ബിക്കോസ് ഓഫ് ഡിജിറ്റൽ ഇൻഫർമേഷൻ ബീങ് സെർച്ചബിൾ ആൻഡ് ഇൻ എ സിംഗിൾ ഫയൽ. ഒരു ഫയൽ ഓപ്പൺ ആകുമ്പോൾ തന്നെ ഇപ്പൊ നമ്മുടെ സിസ്റ്റത്തിലാണെങ്കിൽ അയാളുടെ പേര് വെച്ചു, ആ ഫയൽ വന്നു നമുക്ക് ഫ്രണ്ടിലേക്ക്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹത്തിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും വന്നിട്ടുണ്ട്, അദ്ദേഹത്തിന് ഇത്രയും നാൾ ടെസ്റ്റ് ചെയ്ത റിസൾട്ടും എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് കുറച്ചും കൂടി എന്താണ്, കംഫർട്ടബിൾ ആണ്. Electronic medical records are more effective when taking out medical data from the examination of the possible trend and long-term changes in the patient. ഒരുപാട് നാളായിട്ട് അദ്ദേഹം ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ ഈ മെഡിക്കൽ റെക്കോർഡ്സ് ഒക്കെ ഇലക്ട്രോണിക്കലി സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്കത് പഴയ ഡീറ്റെയിൽസ് ഒക്കെ വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാനൊക്കെ എളുപ്പമാണ്. എക്സാമിനേഷൻ പ്രോസിക്യൂഷൻ പോപ്പുലേഷൻ ബേസ്ഡ് സ്റ്റഡി ഓഫ് ദ medical records may also made easier by widespread adaptation of EHRS, electronic health records, അതേപോലെ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്, അതാണ് EMRS, ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്. ഇത് വൈഡ് സ്പ്രെഡ് ആയിട്ട് ഇപ്പൊ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മളുടെ അടുത്തുള്ള ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ നമ്മൾ പേപ്പർ റെക്കോർഡ്സ് ആയിരിക്കും കാണും. നമ്മുടെ അടുത്തുള്ള വലിയ ഡെവലപ്ഡ് ആവാത്ത ഹോസ്പിറ്റലാണെങ്കിൽ പേപ്പറാണ്. പക്ഷെ അതേസമയത്ത് കുറച്ചും കൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലാണ് കുറച്ചുകൂടി സിറ്റി. നമ്മളിപ്പോ ഗ്രാമങ്ങളിലൊക്കെ ആണെങ്കിൽ ഇത് പ്രോപ്പർ അല്ല. സിറ്റിയിലേക്ക് വരുമ്പോ എങ്ങനെയാണ്, ഇപ്പം സിറ്റിയിലേക്ക് വരുമ്പോ ഇങ്ങനത്തെ കാര്യം ഇലക്ട്രോണിക്കലായിട്ടാണ് അവർ എന്ത് ചെയ്യണത്, അവർ ഹെൽത്ത് കെയർ ഒക്കെ എന്ത് ചെയ്യണത്, റെക്കോർഡ് ചെയ്യണത്, ഹെൽത്ത് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ഇലക്ട്രോണിക്കലാണ്. ഇനി നമ്മൾ കമ്പാരിസൺ പറയണം, സാധാരണ രീതിയിൽ കമ്പയർ ചെയ്യണം പേപ്പറിനെയും എന്ത് ഇലക്ട്രോണിക് റെക്കോർഡ്സിനെയും വെച്ച് നമ്മൾ കമ്പയർ ചെയ്യണം. ഫസ്റ്റ് തന്നെ നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഇതിന് കൂടുതലാണ്, പേപ്പർ മിസ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇലക്ട്രോണിക്കലാണെങ്കിൽ ആ ചാൻസ് ഇല്ല. പിന്നെ കോസ്റ്റ് കുറവ് ഏതാണ്, ഇലക്ട്രോണിക്കലി മെയിൻറ്റെയിൻ ചെയ്യാൻ കോസ്റ്റ് കുറവ്. പേപ്പർ ആണെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ റൂം വേണം, റെക്കോർഡ് കീപ്പ് ചെയ്യാനുള്ള ഒരു ബുക്ക് കീപ്പർ വേണം, അത് കുറെ പൈസ ആവശ്യമാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ എന്താണ്, ഇലക്ട്രോണിക് ഹെൽത്ത് കെയർ റെക്കോർഡ്സ് ആണ് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് പറയുന്നത്. ഇത് രണ്ടും തമ്മിലുള്ള കമ്പാരിസൺ പറയാം. While there is still a noticeable amount of debate among the superiority of the electronic record over paper records. ഈ പേപ്പർ റെക്കോർഡ്സും അതേപോലെ തന്നെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സും തമ്മിൽ ഇപ്പോഴും ഒരു എന്താണ് ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഏതാണ് നല്ലതെന്നുള്ളതിലൊരു തർക്കമുണ്ട്. The research literature give more realistic picture of the benefits and downside. രണ്ടിന്റെ ബെനിഫിറ്റ്സിനെ കുറിച്ചും രണ്ടിന്റെ പോരായ്മയെ കുറിച്ചാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഇത് ഓരോന്ന് വായിച്ച് നമ്മൾ പറയും. The increased transparency, probability, accessibility gained by the adoption of electronic medical record by make larger the easy with which they can be assessed by the health professionals, but also can enlarge the amount of stolen information
by unorganized person or untrusted users. Thus, the paper records are acknowledged by increased security needs for electronic medical record, including the healthcare information. And Accessibility Act and by large-scale violation in confidential records reported by EMR users. എന്താ പറയണത്? കുറെ അങ്ങോട്ട് പറഞ്ഞു വരാണ്ട് പോയി. എന്താണ് നമുക്ക് നോക്കാം. ട്രാൻസ്പാരൻസി എവിടെയാണ് കൂടുതൽ? നമ്മുടെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സിലാണ് കൂടുതൽ. പ്രോബബിലിറ്റി, അക്സസിബിലിറ്റി, അതേപോലെ അതൊക്കെ കാര്യങ്ങൾ എവിടെയാണ് കൂടുതൽ? ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിലാണ് കൂടുതൽ. അതേപോലെ തന്നെ ഈ ഇൻഫർമേഷൻസ് ഒക്കെ നഷ്ടപ്പെട്ടു പോവില്ല. പക്ഷെ അത് മോഷ്ടിച്ചുകൊണ്ട് പോകാൻ അല്ലെങ്കിൽ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് അത് എടുക്കാനുള്ള ചാൻസ് കൂടുതലാണ്. എവിടെ? അൺഓതറൈസ്ഡ് യൂസേഴ്സ് എടുക്കാനുള്ള ചാൻസ് എവിടെയുണ്ട് കൂടുതൽ? ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് നോക്കാനുള്ള ചാൻസ് ഉണ്ട്. പേപ്പർ റെക്കോർഡ്സ് നോക്കാനായിട്ട് ആ പറഞ്ഞിരിക്കുന്ന ആൾ, ആ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്ക് മാത്രമേ അധികാരമുള്ളൂ. അവിടെ ആ ഒരു ക്ലാഷ് എന്ത് വരുന്നുണ്ട് അവർ തമ്മിൽ. When users log into the electronic health record, it is their accountability to ensure information stay confidential, and this is done by keeping their password unknown to others and logging off before leaving the station. നമ്മൾ വേറൊരു സിസ്റ്റത്തിൽ കയറിയിട്ട് പേഷ്യന്റ് അദ്ദേഹത്തിന്റെ ഇൻഫർമേഷൻസ് നോക്കാണ്. അപ്പൊ ഇൻഫർമേഷൻ നോക്കുമ്പോൾ പാസ്വേഡ് ഒക്കെ അടിച്ചിട്ടാണ് നമ്മൾ കയറി നോക്കണം. നമ്മൾ ഇൻഫർമേഷൻ നോക്കിയപ്പോ പാസ്വേഡ് ഒക്കെ അടിച്ചിട്ട് നമ്മൾ കയറി നോക്കി. നമ്മത് ആ സിസ്റ്റത്തിൽ ആ ഒരു ഇതിന്ന് ഇറങ്ങണേ, ആ ഒരു ആപ്പിൽ നിന്ന് ഇറങ്ങണേക്കാളും മുമ്പ് നമ്മൾ എന്ത് ചെയ്യാൻ ലോഗ് ഔട്ട് ചെയ്ത് കളയാനായിട്ട് ആര് ഉത്തരവാദികളാണ്? പേഷ്യൻസ് ഉത്തരവാദിത്തമുണ്ട്. പേഷ്യൻസ് അത് ലോഗ് ഔട്ട് ചെയ്യണം. അല്ലെങ്കിൽ ആ ഇൻഫർമേഷൻസ് ആർക്കെങ്കിലും മോഷ്ടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അടുത്തതാണ് നമ്മുടെ ഏതിന്റെ പ്രശ്നങ്ങൾ പറയണത്? നമ്മുടെ പേപ്പർ റെക്കോർഡ്സിന്റെ പ്രശ്നങ്ങൾ പറയണം. ഹാൻഡ് റിട്ടൺ പേപ്പർ മെഡിക്കൽ റെക്കോർഡ് മേ ബി പുവർലി റീഡബിൾ. നമ്മൾ കൈ കൊണ്ട് എഴുതി തയ്യാറാക്കിയിരിക്കുന്ന പേപ്പർ റെക്കോർഡ്സ് ആണെങ്കിൽ അത് കുറെ നാൾ കഴിയുമ്പോൾ അത് ഒട്ടും വായിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് വരും. ചിലപ്പോ അവരുടെ മഷിയൊന്നും ഇളകാ, അല്ലെങ്കിൽ അത് വായിക്കാം, വേർഡൊക്കെ ചിലപ്പോൾ വിട്ടുപോകാം, അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ വരും. വിച്ച് ക്യാൻ കോൺട്രിബ്യൂട്ട് മെഡിക്കൽ എറേഴ്സ് ആൻഡ് പ്രിന്റഡ് ഫോംസ്, റീപ്രിന്റഡ് ഫോംസ്. അപ്പൊ അവിടെ എന്താണ്? റീപ്രിന്റ് ചെയ്ത ഫോമിൽ പോലും മെഡിക്കൽ എറേഴ്സ് വരാനുള്ള ചാൻസ് എവിടെയുണ്ട്? പേപ്പർ റെക്കോർഡ്സിലുണ്ട്. സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ഷോർട്ട് ഫോംസ് ആൻഡ് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് penmanship were inspired to make better reliable to paper medical records. നമുക്ക് പേപ്പർ മെഡിക്കൽ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് എന്തുണ്ട്? കുറച്ച് എന്താ റിയലബിൾ ആയി നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പേപ്പർ റെക്കോർഡ്സ് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം മെഡിക്കൽ എറേഴ്സ് ഒക്കെ വരാനുള്ള ചാൻസ് എവിടെ കൂടുതലാണ്? പേപ്പർ റെക്കോർഡ്സിൽ കൂടുതലാണ്. An example of probable medical errors is to be administration of medication. ഇപ്പൊ മെഡിറ്റേഷനിൽ എന്തെങ്കിലും ഒരു പ്രശ്നമാണ് പറ്റണമെങ്കിൽ അത് ഭയങ്കരമായിട്ട് അങ്ങനെ ഒരു അപകടം സംഭവിച്ചാൽ ഭയങ്കര പ്രശ്നമാണ്. മെഡിറ്റേഷൻ ഈസ് ദി മെഡിറ്റേഷൻ ദാറ്റ് ക്യാൻ ടേൺ എ പേപ്പർ പേഴ്സൺ സ്റ്റാറ്റസ് ഫ്രം ദ സ്റ്റേബിൾ ടു അൺസ്റ്റേബിൾ വെരി റാപ്പിഡ്ലി. അപ്പൊ എന്താണ് എഴുതിയിരിക്കുന്ന മരുന്നില്ലേ? ഞാനൊരു കാര്യം പറയട്ടെ, ഡോക്ടർമാരെ എഴുതുന്ന മരുന്ന് റിസപ്ഷനിസ്റ്റ് തരുമ്പോ അത് മാറിപ്പോയി വിചാരിക്കാം. പേഷ്യന്റിന്റെ ലൈഫ് എന്തോ റിസ്കിലേക്കാണ് പോണത്. അപ്പൊ പേപ്പർ റെക്കോർഡ്സ് ആണെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണ്. ഇപ്പൊ ഡോക്ടർ നേരെ ആ മെഡിസിൻ എന്ത് ചെയ്തിരിക്കുന്ന സിസ്റ്റത്തിലേക്ക് കയറ്റിയിട്ടിട്ട് എൻട്രോ എടുക്കാന്ന് വിചാരിക്കും. അപ്പൊ അത് അവർക്ക് ആ മെഡിസിൻ കൊടുക്കുന്ന ഇതിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പൊ ആ മെഡിസിൻ സപ്ലൈ ചെയ്യുന്ന ആൾക്ക് നോക്കാം, വെരിഫൈ ചെയ്യാൻ പറ്റും. അത് ഇംഗ്ലീഷിൽ കറക്റ്റ് സ്പെല്ലിങ്ങിലായിരിക്കും വന്നിരിക്കുന്നത്. നമുക്ക് കുഴപ്പമില്ല, ഡൗട്ട് ഒന്നും വരാനുള്ള ചാൻസ് ഇല്ല. ഹാൻഡ് റിട്ടേൺ ആണെങ്കിൽ അവിടെ എന്തുണ്ട്? നമ്മൾ ഊഹിച്ചു പോകും. വേറെ എന്തെങ്കിലും വേർഡായിട്ട് അത് വായിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. മരുന്ന് മാറിപ്പോകാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ് അങ്ങനത്തെ വരുമ്പോ. With paper documentation, is very easy to not probably document the administration of medication, the time given or error will like given the wrong drugs കൊടുക്കുന്നത് മാറിപ്പോവാ. പക്ഷെ മെഡിസിൻ കൊടുക്കുന്നത് മാറിപ്പോവാ. അതേപോലെ ഡോസ് കൊടുക്കുന്നത് മാറിപ്പോവാ. അപ്പൊ അവരെ എഴുതിയിരിക്കുന്ന 1/2 അവർക്ക് ആ കോഡുണ്ടല്ലോ മെഡിക്കൽസ് ഡോക്ടേഴ്സ് എഴുതുന്ന മെഡിക്കൽ ആ ഒരു കോഡിലാണല്ലോ മെഡിക്കൽ കോഡ്. അപ്പൊ അതിലെഴുതുമ്പോ ആ ഡോസ് മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഫോമോ ഓർ നോട്ട് ചെക്കിംഗ് ഫോർ അലർജീസ്, അലർജി ഒന്ന് ചെക്ക് ചെയ്തിട്ടാണോ എഴുതിയിരിക്കുന്നതെന്ന് ഉറപ്പുവരുത്താൻ പറ്റില്ല. നമ്മൾ ഇലക്ട്രോണിക്കലി റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മളിപ്പോ ഈ മെഡിസിൻ എഴുതുമ്പോ കൊടുക്കുകയാണെങ്കിൽ ആ സമയത്ത് ഈ മെഡിസിനിൽ ആ പേഷ്യന്റിന് അലർജി എന്നുള്ള കാര്യം അപ്പൊ തന്നെ അവിടെ നോട്ടിഫിക്കേഷൻ വന്ന് നമുക്ക് എന്ത് ചെയ്യാം? മെഡിസിൻ മാറ്റി കൊടുക്കാൻ പറ്റും. എന്താണ് അപ്പൊ ആ പേഷ്യന്റ് നമുക്ക് എന്ത് ചെയ്യാൻ സേവ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ അലർജീസ് ഒന്നും ചെക്ക് ചെയ്യാണ്ട് നമ്മൾ ഡോസും അതേപോലെ ഡ്രഗ്സും പ്രിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ ആ പേഷ്യന്റിന് എന്ത് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്? പേഷ്യന്റിന് അത് നെഗറ്റീവ്ലി അത് ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എന്താണ്? പേപ്പർ റെക്കോർഡ്സ് ആണെങ്കിൽ പഴയതൊക്കെ വായിക്കാനായിട്ട് ഭയങ്കര ഇങ്ങനെ ഒരുപാട് പേജ് ഉണ്ടാവും. അതിന് മറച്ചു നോക്കി അദ്ദേഹത്തിന് ഏത്
മരുന്നാണ് അലർജി ഒന്നും നോക്കാനുള്ള ടൈം ഉണ്ടാവില്ല. പക്ഷെ സിസ്റ്റത്തിലാണ് ആ സംഭവം ഉള്ളത്, അല്ലെങ്കിൽ ഇലക്ട്രോണിക്കിലാണ് ആ സംഭവം ഉള്ളെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഈ മെഡിസിൻ കണ്ട് നമ്മ പ്രിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ വരും ഈ മെഡിസിൻ നമ്മുടെ പേഷ്യന്റിന് അലർജി ഉള്ളതാണ്. അപ്പൊ നോട്ടിഫിക്കേഷൻ വന്നു ഈ മെഡിസിന് പേഷ്യന്റിന് അലർജി ഉണ്ടെന്ന് വന്നു. അപ്പൊ നമുക്ക് എന്തെങ്കിലും മാറ്റി കൊടുക്കാനായിട്ട് അപ്പൊ തന്നെ ആ സമയത്ത് തന്നെ പറ്റും. It has been reported that these errors has been brought down by 55% to 83% as records are now online and need certain steps to avoid these errors. എന്താണ് പറയുന്നത്? ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേപ്പർ റിപ്പോർട്ട്സിനേക്കാളും കൂടുതൽ ഏതിലാണ് കൂടുതൽ ചാൻസ് നമ്മുടെ ഇലക്ട്രോണിക് റെക്കോർഡ്സിലേക്കാണ് വന്നിരിക്കുന്നത്. ഇങ്ങനത്തെ എറേഴ്സുകൾ എന്ന് വെച്ചാല് ഈ റോങ് ഡ്രഗ്സ് കൊടുക്കുന്നത്, റോങ് മെഡിസിൻസ് കൊടുക്കുന്നത്, അലർജി നോക്കാണ്ട് മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യണത്, അതൊക്കെ നമുക്ക് എങ്ങനെ നമ്മുടെ ഇവിടെ കുറയ്ക്കാം? ഇലക്ട്രോണിക് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ 55% മുതൽ 83% വരെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. ഈ ഇലക്ട്രോണിക് റെക്കോർഡ് മേ ഹെൽപ്സ് വിത്ത് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ഫോംസ്, ടെർമിനോളജി ആൻഡ് ഡാറ്റ ഇൻപുട്ട്. അപ്പൊ ഇലക്ട്രോണിക് റെക്കോർഡ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മൾ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഫോംസില് ടെർമിനോളജിയിലാണ് ഡാറ്റയ്ക്ക് ഇൻപുട്ട് ഒക്കെ കൊടുത്ത് നമ്മുടെ ഡാറ്റയ്ക്ക് കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓരോ പ്രാവശ്യം പേഷ്യന്റ് നമ്മുടെ ഹോസ്പിറ്റലിൽ വന്ന് വിസിറ്റ് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ ഡാറ്റ എന്ത് ചെയ്യും, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഡിജിറ്റലൈസേഷൻ ഓഫ് ദി ഫോംസ് മേക്സ് ഫെസിലിറ്റി ഫോർ കളക്ഷൻ ഓഫ് ഡാറ്റ, എപ്പിഡെമിയോളജി ആൻഡ് ക്ലിനിക്കൽ സ്റ്റഡീസ്. ഇതൊക്കെ നമുക്ക് ക്ലിനിക്കൽ സ്റ്റഡീസിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. However, standardization may create challenges for local practices. ഈ സ്റ്റാൻഡർഡൈസേഷൻ ഇലക്ട്രോണിക്കലി എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഈ ലോക്കൽ പ്രാക്ടീസ് എടുക്കുന്ന ആൾക്കാരുണ്ടാവില്ല, അവർക്ക് ചലഞ്ചസ് ആണെന്നാ പറയുന്നത്. സാധാരണ എന്താ പറയുക, ചെറുതായിട്ട് ലോക്കലായിട്ടൊക്കെ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നവർക്ക് ഈ ചലഞ്ച് ഉണ്ട്. കാരണം ഇത് അഡോപ്റ്റ് ചെയ്യാനായിട്ട് അവർക്ക് ഭയങ്കരമായിട്ട് ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ആവശ്യം വരും. ഓവറോൾ ദോസ് വിത്ത് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് ദാറ്റ് ഹാവ് ആൻ ഓട്ടോമാറ്റഡ് notes and record, order entry and clinical decisions support had lesser publication and lower mortality rate and lower cost. നമ്മുടെ ഇലക്ട്രോണിക് ഡാറ്റ മെഡിക്കൽ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അത് കുറച്ചും കൂടി നമുക്ക് കംഫർട്ടബിൾ ആണ്. റെക്കോർഡ്സ് ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഓർഡർ എൻട്രി അതേപോലെ ക്ലിനിക്കൽ ഡിസിഷൻസിനൊക്കെ നല്ല സപ്പോർട്ടിങ് ആണ് ഏത് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ്. അതേപോലെ തന്നെ നമുക്ക് കോസ്റ്റും ചെലവും കുറവാണ്. കാരണം കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് എൻട്രി ചെയ്യണം, മാത്രമുള്ള കോസ്റ്റേ ഉള്ളൂ. അല്ലാതെ റെക്കോർഡ്സ് ഫുള്ള് സൂക്ഷിച്ച് വെക്കണമെന്നും അത് നോക്കാനായിട്ട് ഒരാളെ ഏൽപ്പിക്കണമെന്നൊന്നുമില്ല. ഓരോരുത്തർ ചെയ്യുന്ന ഡ്യൂട്ടിയുടെ ഒപ്പം ആ ഒരു എന്താണ് ഡാറ്റയും കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, എൻട്രി ചെയ്യണമെന്ന് മാത്രമേ അവിടെ ഉള്ളൂ. ഇനി യൂസ്ഫുൾനെസ് ഫോർ ദ പേഷ്യന്റ്, എന്തൊക്കെ യൂസ്ഫുൾനെസ് ആണെന്ന് നമ്മൾ നോക്കാം. ഷെയറിംഗ് ദർ ഇലക്ട്രോണിക് റെക്കോർഡ് വിത്ത് ദ പീപ്പിൾ ഹു ഹാവ് ടൈപ്പ് 2 ഡയബറ്റിക്. ഒരു എക്സാമ്പിൾ പറയുന്നത്, ടൈപ്പ് 2 ഡയബറ്റിക് ഉള്ള ഒരു പേഷ്യന്റിന് അദ്ദേഹത്തിന്റെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് ഷെയർ ചെയ്യുന്നത്, ഹെൽപ്പ് ദം ടു റെഡ്യൂസ് ദ ബ്ലഡ് ഷുഗർ ലെവൽ. അപ്പൊ ടൈപ്പ് 2 ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യന്റ് നമ്മുടെ ഹെൽത്ത് റെക്കോർഡ് ഷെയർ ചെയ്യുന്നതാണ്. അദ്ദേഹത്തിന് മനസ്സിലാവേണ്ടത് എനിക്ക് ഡയബറ്റിക് ആണ്, ടൈപ്പ് 2 ഡയബറ്റിക് ആണ്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം, ബ്ലഡ് ഷുഗർ ലെവൽ കുറയ്ക്കണം, അല്ലെങ്കിൽ ഞാൻ അധികം എന്ത് ചെയ്ത് മധുരമുള്ള സാധനങ്ങൾ അധികം കഴിക്കരുത്, അങ്ങനത്തെ ഒരു എന്ത് വരും, അത് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. ഇറ്റ് മീൻസ് ഓഫ് ഹെൽപ്പിംഗ് ദ പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് ദെയർ ഓൺ ഹെൽത്ത് കണ്ടീഷൻ. അപ്പൊ ഓരോ വ്യക്തിക്കും അവരുടെ ഹെൽത്ത് കണ്ടീഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. മേക്ക് ദം ഇൻവോൾവ്സ് ആക്റ്റീവ്ലി ഇൻ ഇറ്റ്സ് മാനേജ്മെന്റ്. അപ്പൊ ഇത് നമുക്ക് കൂടുതലായിട്ട് ഇൻവോൾവ്മെന്റ് നമ്മുടെ മാനേജ്മെന്റിൽ ഇൻവോൾവ് ആക്കാൻ നല്ല ഹെൽപ്പ് ആണെന്ന് പറയുന്നത് ഇത് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ. ദേ കുഡ് ഓൾസോ യൂസ്ഫുൾ ഇൻ റിസർച്ച് നടത്താനും എന്താണ് ഇലക്ട്രോണിക് ഡാറ്റാസ് അല്ലെ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഞാൻ ഈ ഡയബറ്റിക്കിന്റെ കാര്യം പറയണേ, ഇപ്പൊ ടീനേജേഴ്സ് യങ്ങേഴ്സിന്റെ അടുത്ത് ഡയബറ്റിക്സ് കൂടുതലാണ്. അപ്പൊ നമ്മൾ ഹെൽത്ത് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണോണ്ട് ആ ഒരു ഡാറ്റ യൂസ് ചെയ്തിട്ട് റിസർച്ചേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, റിസർച്ച് നടത്താൻ പറ്റും. ആ റിസർച്ച് നടത്തുമ്പോ ഈ ഡാറ്റാസ് ഒക്കെ എന്തെങ്കിലും യൂസ് ചെയ്യാനായിട്ട് പറ്റും. വിച്ച് എനേബിൾ വേരിയസ് സയന്റിഫിക് അനലൈസ് ആൻഡ് നോവൽ ടൂൾസ്. സയന്റിഫിക് അനലൈസ് ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് യൂസ് ചെയ്യാം. നമ്മൾ ആദ്യം പറഞ്ഞ എന്താണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ ഹെൽത്ത് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന എല്ലാ റെക്കോർഡ്സും, അല്ലെങ്കിൽ പേഷ്യൻസിന്റെ മെഡിക്കൽ ഹിസ്റ്ററി ആവട്ടെ, മെഡിക്കേഷൻ അവരെടുക്കുന്ന മെഡിസിൻസ് ആവട്ടെ, അവർക്ക് ഏതെങ്കിലും മെഡിസിൻസിൽ അലർജി ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളാവട്ടെ, ഇമ്മ്യൂണൈസേഷൻ സ്റ്റാറ്റസ്, നമ്മൾ വാക്സിൻ ഏതൊക്കെ വാക്സിൻ ഒക്കെ എടുത്തിട്ടുണ്ട്, ഏതൊക്കെ ടൈമിലാണ് അത് എടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളും, ലാബോറട്ടറി ടെസ്റ്റ് റിസൾട്ട്, ഇതെല്ലാം ഇലക്ട്രോണിക്കലി മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് എന്ന് പറയുന്നത്. അപ്പൊ അത് കഴിഞ്ഞപ്പോ പറഞ്ഞു നമ്മുടെ ഇവിടെ ഹോസ്പിറ്റലിൽ സാധാരണ ലോക്കൽ പ്രാക്ടീസ് ഉള്ള ആൾക്കാരൊക്കെ എങ്ങനെയാണ് ഇപ്പോഴും പേപ്പർ റെക്കോർഡ്സ് ആണ് എന്ത് ചെയ്യുന്നത്, മെയിൻറ്റെയിൻ ചെയ്യുന്നത്.
ഈ പേപ്പർ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അവർക്ക് കുറെ ഡിഫിക്കൽട്ടീസ് ഒക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതെന്തൊക്കെ ഡിഫിക്കൽട്ടീസ് ആണെന്ന് പറഞ്ഞു. അത് നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ എന്താ പറഞ്ഞത്, ഡാറ്റാസ് നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ ഡ്രഗ്സ് ഒക്കെ മാറി കൊടുക്കാനുള്ള ചാൻസ് എവിടെ ഉണ്ട്, പേപ്പർ റെക്കോർഡ്സിൽ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനത്തെ എറേഴ്സ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ടെന്ന്. അതേപോലെ നമുക്ക് നമ്മുടെ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് എന്തിനു യൂസ്ഫുൾ ആണ്, പേഷ്യൻസിന് ഒരു അവയർനെസ്സിന് നല്ലതാണ്. പേഷ്യൻസിന് ഇന്ന രോഗമുണ്ടെന്ന് പേഷ്യൻസിന് തന്നെ മനസ്സിലാവും. മുമ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റിസൾട്ട് കണ്ടുകഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ലായിരുന്നു. കാരണം വായിച്ച മെഡിക്കൽ റിസൾട്ട് ആണല്ലോ, അപ്പൊ അവർക്ക് മാത്രമേ വായിച്ചാൽ മനസ്സിലുള്ളൂ. പക്ഷെ ഇലക്ട്രോണിക്കലി ഡാറ്റ എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഇടയ്ക്ക് നമുക്ക് കയറി നോക്കിയുമ്പോൾ നമുക്ക് എന്താ അസുഖം എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് നമ്മ ആദ്യത്തെ ടോപ്പിക്കായിട്ട് കവർ ചെയ്തത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഇനി അടുത്തതാണ് ലാബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം. എന്താണ് ലാബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം? ഒരു മിനിറ്റ്. എന്താണ് ലാബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം കേട്ടോ. ഇതിപ്പില്ലേ, ഇപ്പൊ ലാബിലൊക്കെ നമ്മൾ പോയിട്ട് എന്ത് ടെസ്റ്റ് ചെയ്ത് ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റിസൾട്ട് ഓൺലൈനായിട്ട് വീട്ടിലിരുന്ന് നമുക്ക് എടുക്കാൻ പറ്റും. ഇങ്ങനെ എടുത്തിരുന്നൊരു ടൈം ഞാൻ പറയാം കേട്ടോ. നമ്മൾ കോവിഡിന്റെ ഒക്കെ റിസൾട്ട് ഓൺലൈനായിട്ട് എടുത്ത കാര്യം നമുക്ക് ഓർമ്മയില്ലേ? കോവിഡ് എന്താന്ന് നമുക്ക് കോവിഡിന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കും. ബ്ലഡ് എല്ലാം ഇതെടുത്ത് ടെസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കും. സാമ്പിൾ കൊടുത്തു കഴിഞ്ഞ് നമ്മൾ പോന്നു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് ഓൺലൈനായിട്ട് അത് കിട്ടുമായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി അഫയേഴ്സിന്റെ സൈറ്റിൽ കയറിയിട്ട് ലാബ് ഡയഗ്നോസിസ് ആൻഡ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ ലോഗിൻ ചെയ്യുമായിരുന്നു. എന്നിട്ട് എന്ത് കൊടുക്കും, നമ്മ SRF നമ്പർ, നമ്മൾ ഓരോ ടെസ്റ്റ് നടത്തുമ്പോഴും നമ്മ ഇപ്പൊ ടെസ്റ്റ് നടത്തുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ ബില്ല് സൂക്ഷിച്ചിട്ടുണ്ടോ, ആ ബില്ലില് SRF നമ്പർ ഉണ്ട്. ആ SRF നമ്പറും നമ്മുടെ മൊബൈൽ നമ്പറും പിന്നെ ഒരു ക്യാപ്ചയാണ്. എന്നുവെച്ചാല് ഒരു ക്യാപ്ച EQUM എന്നൊക്കെ പറഞ്ഞിട്ട് സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും ക്യാപ്ചയും കൂടി അടിച്ച് എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ആ റിസൾട്ട് നമുക്ക് കിട്ടുമായിരുന്നു. അങ്ങനെയായിരുന്നു അന്ന് കോവിഡിന്റെ ഒക്കെ സമയത്ത് നമ്മൾ എന്തെടുത്തിരുന്ന റിസൾട്ട് എടുത്തിരുന്നത്. കാരണം അന്ന് ഓരോ റിസൾട്ടും നമുക്ക് അവിടെ പോയിട്ട് വാങ്ങിക്കാനൊന്നും വല്ല ക്വാറന്റൈൻ ഒക്കെ ആയിരുന്നു. ആ സമയത്താണ് ഇത് കൂടുതലായിട്ട് നമുക്ക് അറിയാൻ പറ്റിയത്. ഏത് ലാബ് റിസൾട്ടുകൾ നമുക്ക് ഓൺലൈനായിട്ട് കിട്ടും എന്നുള്ള കാര്യം അറിയാൻ പറ്റിയത്. നമ്മ ഇനി നോക്കാം, നമ്മൾ ലാബിലേക്ക് ചെല്ലുകയാണ്. എവിടെയാണ്, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് എവിടെ പോവാണ്, ലാബിൽ പോവുകയാണ്. അപ്പൊ നമ്മ എന്ത് ചെയ്യും, നമ്മ ഇന്നായി ആ ഒരു പിക്ചറിലേക്ക് നോക്കാട്ടെ നിങ്ങൾ എല്ലാവരും. നമ്മ എന്ത് ലാബിലേക്ക് ചെന്നു, സാമ്പിള് ലോഗിൻ ചെയ്തു. എന്ന് വെച്ചാൽ സാമ്പിൾ എടുക്കണം എന്നുള്ള കാര്യം പറഞ്ഞു. അതായത് ജോബ് ആ സാമ്പിള് നമ്മൾ എന്തെടുത്തു കൊടുത്തു, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് ബ്ലഡ് എടുത്തിട്ട് അത് ജോബ് അസസ് ചെയ്തു. അവരെന്ത് ചെയ്തു, അവിടെ ട്രാക്കിംഗ് പ്രോസസ് ആണ് ജോബ് അസൈൻമെന്റ്. പിന്നെ ട്രാക്കിംഗ് പ്രോസസ്, ട്രാക്കിംഗ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് അസുഖം ഉണ്ടോ, അല്ലെങ്കിൽ ഷുഗർ ആണെങ്കിൽ ഷുഗറിന്റെ ലെവൽ എത്രയാണെന്നുള്ള കാര്യം അത് എൻ്റർ ചെയ്യും, ഡാറ്റ എൻ്റർ ചെയ്യും. അത് കഴിഞ്ഞ് ഡാറ്റ വാലിഡേറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ ഈ എൻ്റർ ചെയ്ത ഡാറ്റാസ് ലാബ് ടെക്നീഷ്യൻ എന്ത് ചെയ്യണം, സൈൻ ചെയ്യണം. സൈൻ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളൂ, റിസൾട്ട് കിട്ടുള്ളൂ, റിപ്പോർട്ട് ചെയ്യുള്ളൂ. നമുക്ക് പുറത്ത് റിസർച്ച് ലിസ്റ്റിലേക്ക് അത് പോവുള്ളൂ ആ റിപ്പോർട്ട്. എന്നിട്ട് റിപ്പോർട്ടിന്റെ റിസൾട്ട് നമുക്ക് അപ്പൊ ഔട്ട് ഡാറ്റ നമുക്ക് ഔട്ടിലേക്ക് വരുന്നത് എങ്ങനെയാണ്, ഡാറ്റ. സിമ്പിൾ ആയിട്ട് പറയാം, നമ്മൊരു ലാബിലേക്ക് കയറി ചെന്നപ്പോ അവിടുത്തെ റിസപ്ഷനിലേക്ക് പറഞ്ഞു നമുക്ക് ഇന്ന ടെസ്റ്റ് ആണ് നടത്തേണ്ടത്. അപ്പൊ ഞാൻ പറയാം TSH ആണ്, തൈറോയിഡിന്റെ ടെസ്റ്റ് ആണ് നടത്തുന്നത്. ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് സാമ്പിൾ എടുത്തോളാൻ പറയും നമ്മുടെ അടുത്ത്. അപ്പൊ തന്നെ നമുക്ക് ബില്ല് അടിച്ച് തന്നിട്ടുണ്ടാവും. ബില്ലും കൊണ്ട് പോയി നമ്മൾ എന്ത് ചെയ്യും, സാമ്പിൾ എടുക്കും. ഈ സാമ്പിൾ എടുക്കുന്ന ആൾ എന്ത് ചെയ്യും, നമ്മുടെ ആ നമ്പർ എടുത്തിട്ട് ആ സാമ്പിളിൽ എഴുതി വെക്കും. എഴുതി വെച്ചിട്ട് എന്ത് ചെയ്യും, അവര് ആ സാമ്പിള് എന്ത് ചെയ്യും, ഇവിടെ കൊണ്ടു കൊടുക്കും. എവിടെ, ജോബ് ആ സാമ്പിൾ ടെസ്റ്റ് ചെയ്യുന്ന ആളുടെ അടുത്ത് കൊടുക്കും. അയാൾ എന്ത് ചെയ്യും, ഈ സാമ്പിള് ചെക്ക് ചെയ്തിട്ട് അതിന്റെ ഡാറ്റ എവിടെ ഓൺലൈനായിട്ട് എൻ്റർ ചെയ്യും. ഇലക്ട്രോണിക്കലി അത് എൻ്റർ ചെയ്തിടും. ആ എൻ്റർ ചെയ്യുന്നത് സൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ആ സൈൻ ചെയ്തിട്ട് ഇലക്ട്രോണിക്കലാണ്. ഇപ്പൊ മിക്ക സൈൻ ചെയ്യുന്നത് എങ്ങനെ, ഇലക്ട്രോണിക്കലാണ്. ലാബ് ടെക്നീഷ്യൻ എന്ത് ചെയ്യും, അത് വെരിഫൈ ചെയ്തിട്ട് റിപ്പോർട്ട് ആയിരിക്കും ഇങ്ങോട്ട് പാസ് ചെയ്യുന്നത്, നമ്മുടെ ഔട്ടിലേക്ക് പാസ് ചെയ്യുന്നത്. അപ്പൊ ഈ റിസപ്ഷനിസ്റ്റ് എന്താ ചെയ്യണത്, പ്രിന്റ് ആണ് എടുക്കുന്നത്. റിസൾട്ട് എന്താണപ്പോ എന്ന റിസൾട്ട് എന്ത് ചെയ്യും, പ്രിന്റ് എടുത്തിട്ട് നമുക്ക് തരയാണ് ചെയ്യാറ്. അത് എന്തുകൊണ്ടാണ് അത്ര എളുപ്പമായിട്ട് നടക്കുന്നത്, അത് ഇലക്ട്രോണിക്കലി ആണ് എന്താ ലാബ് ആ റിസൾട്ട് എന്ത് ചെയ്യണം, കിട്ടുന്നത്. അത് കുറച്ചും കൂടി സുതാര്യമായിട്ട് പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടാനായിട്ട് പറ്റും. ഇത് എവിടെയാണ്, നമ്മുടെ അത്യാവശ്യം എല്ലാ ലാബുകളിലും അതേപോലെ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിലും ഇത് എന്താണ് പോസിബിൾ ആണ്. വേറൊരു കാര്യം പറയാം, വേറെ ലാബുകളൊക്കെ ഓർമ്മയുണ്ടാവും, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ലാബാന്ന് വിചാരിക്കും.
അവിടെ എങ്ങനെയാണ് ഇപ്പോഴും പേപ്പർ വർക്കാണ്. ഒരു വലിയ നമ്മൾ ലാബിൽ ടെസ്റ്റ് ചെയ്യാൻ സാമ്പിൾ എടുത്തിട്ട് നമ്മ പിറ്റേ ദിവസം കൊണ്ടുവരും റിസൾട്ട് വാങ്ങിക്കാനായിട്ട്. റിസൾട്ട് വാങ്ങിക്കാൻ വരുമ്പോഴും അവർ പേപ്പർ വർക്കാണ് എപ്പോഴും ചെയ്യുന്നത്. ഒരു ഷീറ്റ് ഉണ്ട്, അതിൽ അവിടെ ഉള്ള എല്ലാ ലാബിന്റെയും ടെസ്റ്റ് റിസൾട്ടുകൾ, ടെസ്റ്റിന്റെ പേരുകൾ എഴുതിയിട്ടുണ്ടാവും. എന്നിട്ട് നമ്മുടെ പേര് എഴുതിയിട്ടുണ്ടാവും, നമ്പർ എഴുതിയിട്ടുണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മ ഏത് ടെസ്റ്റ് ആണ് നടത്തിയിരിക്കുന്നത് അതിന്റെ നേരെ കുറച്ച് പോയിന്റുകൾ അവർ എഴുതിയിട്ടുണ്ടാവും. ചിലപ്പോ മാറിപ്പോവാൻ ചാൻസ് ഇല്ലേ, എന്തോരം ഇത് എഴുതണേന്. അപ്പം അത് എഴുതണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ റിസപ്ഷനിൽ ഇരിക്കുന്ന ആ ഒരു സിസ്റ്റർ ആയിരിക്കും അത് എഴുതി തന്നത്. അപ്പൊ അത് മാറിപ്പോവാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ്. അങ്ങനെ പേപ്പറിലാണ് നമുക്ക് എന്ത് ലാബിലെ റിസൾട്ട് കിട്ടണമെങ്കിൽ, അത് എഴുതിയിട്ടാണ് തന്നെങ്കിൽ അത് മാറിപ്പോവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ എന്താ പറഞ്ഞത്, ലാബ് ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം ഉള്ളടത്താണെങ്കിൽ ഈ പ്രശ്നം വന്നില്ല, പേപ്പറിൽ എഴുതണ പ്രശ്നം വന്നില്ല. ലാബോറട്ടറി നേരിട്ട് ഇൻഫർമേഷൻസ് എവിടേക്ക് കയറ്റിയാണ്, നമ്മുടെ സോഫ്റ്റ്വെയറിലേക്ക് കയറ്റിയിട്ടാണ്. അത് കഴിഞ്ഞ് സോഫ്റ്റ്വെയറിൽ നിന്ന് നേരെ അത് അവർ പ്രിന്റ് എടുത്ത് നമുക്ക് തന്നെയാണ് കുറച്ചും കൂടി ഒന്ന് എന്താ പറയാ, കുറച്ചും കൂടി ട്രാൻസ്പാരന്റ് ആണ് നമ്മുടെ റിസൾട്ട് ഒക്കെ. ഇനി ഡിസ്കസ് ചെയ്യാം എന്താണ് ലാബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. എ ലാബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം LIMS, okay, sometimes indicate as ലാബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം. ഇതിനെ തന്നെ പറയുന്ന പേരുകളാണ് പറയുന്നത് LIS ഓർ ലാബോറട്ടറി മാനേജ്മെന്റ് സിസ്റ്റം LMS. അത് 3 പേരുകളുണ്ട്. Is a software based solution with a feature that gives support to modern laboratory operation. ഇപ്പൊ മോഡേൺ ആയിട്ടുള്ള ലാബോറട്ടറി ഓപ്പറേഷന് സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. റിസൾട്ട് ഒക്കെ സോഫ്റ്റ്വെയറിലേക്ക് നമ്മൾ അപ്പൊ തന്നെ അപ്ഡേറ്റ് ചെയ്യണം, അതനുസരിച്ച് നമുക്ക് പ്രിന്റ് എടുക്കാൻ പറ്റും. കീ ഫീച്ചർ ഇൻക്ലൂഡ്സ് ബട്ട് നോട്ട് ലിമിറ്റഡ് ടു വർക്ക് ഫ്ലോ ആൻഡ് ഡാറ്റ ട്രാക്കിംഗ് സപ്പോർട്ട്സ്. ഫ്ലെക്സിബിൾ ആർക്കിടെക്ചർ ആണ്, അതേപോലെ ഡാറ്റ എക്സ്ചേഞ്ച് ഇന്റർഫിയറൻസ് ഉണ്ട്, വിച്ച് ഫുള്ളി സപ്പോർട്ട് ഇറ്റ്സ് യൂസ് ഇൻ റെഗുലേറ്റ് എൻവയോൺമെന്റ്. നമ്മുടെ ആ ഒരു എൻവയോൺമെന്റ് ലാബിലെ എൻവയോൺമെന്റ് നടന്നു പോകാനായിട്ട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. The features and use of LIMS have developed over the year, from the simple sample tracking to enterprise resource planning tool that manage manifold access of laboratory information. നമ്മൾ ലാബോറട്ടറി ഇൻഫർമേഷൻസ് ഒക്കെ നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ട് ഇത് ലാബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം കുറച്ചും കൂടി എന്തായിട്ടുണ്ട്, നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിപ്പോ ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ റിസൾട്ട് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ട്രാക്ക് ചെയ്യാൻ പറ്റും. ഏത് ലാബോറട്ടറി ഇതില് മാനേജ്മെന്റ് സിസ്റ്റം. There is no useful definition of the term LIMS. LIMS മെയിൻ ആയിട്ട് ഡെഫിനിഷൻ ആയിട്ടൊന്നും പറഞ്ഞില്ല. Since it is used encompass a number of different laboratory informative components. ഇതിന് ഡെഫിനിഷൻ ഒന്നുമില്ല, പക്ഷെ എന്താണ്, ഒരുപാട് ലാബോറട്ടറി ഇൻഫർമേഷൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സംഭവമാണെന്ന് മാത്രമേ ഉള്ളൂ. The spread and the depth of the components is greatly depends on the laboratory information implementation itself. Laboratory information ആണ് ഇതിന്റെ ഡെപ്തും വ്യാപ്തിയൊക്കെ അതിൽ തന്നെ പറയുന്നത്. All LIMS have workflow components and some summary data management facilities, but beyond that there are notable difference in function. അപ്പൊ എല്ലായിടത്തും ഉണ്ട് ഏത് LIMS എന്ന് പറയുന്നത്. ഇപ്പൊ ഞാനൊരു ലാബ് ടെസ്റ്റ് റിസൾട്ട് ആണ്, ഇപ്പൊ അത് ലാബ് ടെസ്റ്റ് റിസൾട്ട് ഒരുപാട് ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. അപ്പൊ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആരാണ് ടെസ്റ്റ് ചെയ്തത്, എപ്പോഴാണ് സമയം, ആ സാമ്പിൾ എടുത്ത സമയം ഉണ്ടാവും, ടെസ്റ്റ് റിസൾട്ടിന് ടൈം ഉണ്ടാവും, പിന്നെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, അല്ലെങ്കിൽ എത്രയാണ് അതിന്റെ ലിമിറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഓരോ റിസൾട്ടിലും അവർ പറഞ്ഞിട്ടുണ്ടാവും. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അത് നമുക്ക് ആ റിസൾട്ട് വരും. ഓരോ റിസൾട്ടിന്റെയാണ് നമുക്ക് ആ ഫ്ലോയിൽ കാണുന്നത്, അങ്ങനെ കാണിച്ചിരിക്കുന്നത് ഓരോരുത്തരുടെ റിസൾട്ട്. അടുത്തതാണ് റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഇനിയിപ്പോ നമ്മൾ റേഡിയോളജിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, സ്കാനും എക്സ്റേ ഒക്കെ എടുക്കാൻ പോയില്ലേ, അതൊക്കെ എന്തിന്റെ ഹെൽപ്പോടെയാണ് നടക്കുന്നത്, നമ്മുടെ കമ്പ്യൂട്ടറിന്റെ അല്ലെങ്കിൽ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സിന്റെ ഹെൽപ്പോടെയാണ് നടക്കുന്നത്. മെയിനായിട്ട് കമ്പ്യൂട്ടറിന്റെ ഹെൽപ്പോടെ നടക്കുന്നത്. റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം ഈസ് കോർ സിസ്റ്റം ഫോർ ഇലക്ട്രോണിക് മാനേജ്മെന്റ് ഓഫ് ഇമേജിംഗ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ നമുക്ക് റേഡിയോളജിക്കൽ കുറച്ചുകൂടി ഹെൽപ്പ് ആണെങ്കിലാണ്, ഇപ്പൊ നമ്മൾ സ്കാൻ ചെയ്യാൻ പോവുകയാണെങ്കിൽ ആ സ്കാനിങ്ങിന്റെ ഇമേജ് ഒക്കെ നമുക്ക് കിട്ടും. റേഡിയോളജി അപ്പൊ നമുക്ക് സ്കാൻ ഒക്കെ ചെയ്യുമ്പോൾ ആ ഇമേജും കൂടി അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദ മേജർ ഫംഗ്ഷൻ ഓഫ് RIS സ്കാൻ കൺസിസ്റ്റ് ഓഫ് പേഷ്യന്റ് ഷെഡ്യൂളിംഗ്, റിസോഴ്സ് മാനേജ്മെന്റ്, എക്സാമിനേഷൻ, പെർഫോമൻസ് ട്രാക്കിംഗ്, റിപ്പോർട്ടിംഗ്, റിസൾട്ട് ഡിസ്ട്രിബ്യൂഷൻ, പ്രൊസീജിയർ ഓഫ് ബില്ലിംഗ്. ഇതെല്ലാവരും ഈ റേഡിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഇലക്ട്രോണിക്കലി നടക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ പേഷ്യന്റ് കണ്ടീഷൻ എങ്ങനെയുണ്ട്, ഇപ്പൊ നമ്മൾ ആലോചിച്ചു, പ്രഗ്നന്റ് വുമൺ ആണ് വിചാരിക്കുക. പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു വുമൺ എന്ത് ചെയ്യണം, സ്കാൻ ചെയ്യുമ്പോൾ കുട്ടിയുടെ വളർച്ച എത്രാമത്തെ സ്റ്റേജിലേക്കാണ്, അല്ലെ എത്ര സ്റ്റേജ് ഈ കുട്ടിയുടെ വളർച്ച, ആ കാര്യങ്ങളൊക്കെ നമുക്ക് ആ കുട്ടിയുടെ വളർച്ചയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനിയിപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരോട് നേരിട്ട് ഡോക്ടറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. പ്രശ്നമൊന്നും ഉണ്ടാവില്ലെങ്കിൽ നമുക്ക് ആ റിസൾട്ട് എന്ത് ചെയ്യാൻ പറ്റും, സാധാരണ എന്താണോ നോർമൽ ആയിട്ട് നമുക്ക് കാണുന്നത് അതൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ ഇമേജ് നമുക്ക് അതിൽ എടുക്കാൻ പറ്റും.
മെയിനായിട്ട് ഇമേജ് കിട്ടും. നമ്മളിപ്പോ സ്കാൻ ചെയ്ത് വരുമ്പോ അതിലൊരു ഇമേജ് ഉണ്ടാവും. നമ്മുടെ ഒരു ഇമേജ് നമുക്ക് മനസ്സിലാവില്ല, ഡോക്ടേഴ്സിനും ടെക്നീഷ്യനും മനസ്സിലാവും. ആ ഒരു ഇമേജ് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ റിസൾട്ട് ഡിസ്ട്രിബ്യൂഷനും ഉണ്ട്. ബില്ലിംഗ് പ്രൊസീജിയർ ഒക്കെ ഇലക്ട്രോണിക്കലി തന്നെ നടക്കണം. RIS complements hospital information system and picture upstream communication system. നമുക്ക് ഇത് ഇമേജ് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന പറയാം. ക്രൂഷ്യൽ ടു എഫിഷ്യന്റ് വർക്ക് ഫ്ലോ ഓഫ് റേഡിയോളജി പ്രാക്ടീസ്. ഇത് കുറച്ചും കൂടി നല്ല രീതിയിൽ വർക്ക് ഫ്ലോ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുണ്ടെന്ന് പറയുന്നത്. അപ്പൊ എന്താണ് നമ്മിപ്പോ ഇപ്പോഴത്തെ DIOCM അത് പറഞ്ഞിരിക്കുന്നത്, ആ ഒരു ഇമേജ് പറഞ്ഞിരിക്കുന്ന വെച്ചാല് നമ്മൾ സ്കാൻ എടുക്കണോ, എക്സ്റേ എടുക്കണോ, MRI ഒക്കെ എടുക്കണതിന്റെ ഇമേജ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ എവിടേക്ക് റെക്കോർഡ് ചെയ്യുന്നുണ്ട്? നമ്മുടെ റേഡിയോളജി ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ പിക്ചേഴ്സും എവിടേക്ക് റെക്കോർഡ് ചെയ്യുന്നുണ്ട്? റേഡിയോളജി ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ വർക്ക് സ്റ്റേഷനിൽ നിന്നുള്ള റിസൾട്ടും അവർക്ക് നേരിട്ട് എന്താ കാണാൻ പറ്റുന്ന ആ ഒരു കാര്യവും കൂടി ഏതിലേക്ക് നമ്മുടെ റേഡിയോളജി ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് റെക്കോർഡ് ചെയ്തിട്ട് ആ റെക്കോർഡ് ചെയ്ത റിസൾട്ട് ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. എന്തുണ്ടാവും? നമുക്ക് ഇമേജ് തരും അവര്, പിന്നെ അതേപോലെ തന്നെ അതിന്റെ റിസൾട്ടും കൂടി ഇത് എന്ത് ചെയ്യും? നമുക്ക് പാസ് ചെയ്തിട്ടുണ്ടാവും. ഇനി ബേസിക് ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. റേഡിയോളജിക് ഇൻഫർമേഷൻ സിസ്റ്റം കോമൺലി സപ്പോർട്ട് ഫോളോയിങ് ഫീച്ചേഴ്സ്, താഴെ പറയുന്ന ഫീച്ചേഴ്സ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ്? പേഷ്യന്റിന്റെ രജിസ്ട്രേഷൻ, അതേപോലെ ഷെഡ്യൂളിങ്ങും ഇവിടെ നടക്കുന്നുണ്ട്. റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നടക്കുന്നുണ്ട്. നമ്മൾ സ്കാൻ ചെയ്യാനായിട്ടൊരു എന്താണ് എവിടേക്ക് പോവേണ്ട, സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്തേക്ക് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ പേഷ്യന്റ് അതിന് രജിസ്റ്റർ ചെയ്യും. അത് ഇതിന് ടൈം കൊടുക്കും. പേഷ്യന്റ് ലിസ്റ്റ് മാനേജ്മെന്റ് എവിടെ നടക്കുന്നത്? റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം നടക്കുന്നത്. ഓരോ പേഷ്യൻസ് ടൈം അനുസരിച്ചായിരിക്കും അവർ മാനേജ് ചെയ്യുന്നത്. ഓരോ വന്ന ടൈം അനുസരിച്ച്, എൻ്റർ ചെയ്ത ടൈം അനുസരിച്ചായിരിക്കും അവരെ വിളിക്കുന്നത് ഇതിന് വേണ്ടിയിട്ട്. സ്കാനായാലും എക്സ്റേക്കായാലും വിളിക്കുന്നത്. മൊഡാലിറ്റി ഇന്റർഫേസ് യൂസിങ് വർക്ക് ലിസ്റ്റ്. വർക്ക് ലിസ്റ്റ് വെച്ച് നമ്മൾ കവർ ചെയ്യും. വർക്ക് ഫ്ലോ മാനേജ്മെന്റ് വിത്തിൻ എ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റേഡിയോളജി. വർക്ക് മാനേജ്മെന്റ്, വർക്ക് ഫ്ലോയുടെ മാനേജ്മെന്റ് ഒക്കെ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. റിക്വസ്റ്റ് ആൻഡ് ഡോക്യുമെന്റ് സ്കാനിങ്, നമ്മുടെ റിക്വസ്റ്റുകളും ഡോക്യുമെന്റ്സ് ഒക്കെ സ്കാൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. റിസൾട്ട് എൻട്രി, നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റിസൾട്ട് എന്ത് ചെയ്യാൻ പറ്റും? എൻ്റർ ചെയ്യാനായിട്ട്, ഓൺലൈനായിട്ട് തന്നെ എൻ്റർ ചെയ്യാനായിട്ട് പറ്റും. ഡിജിറ്റൽ റിപ്പോർട്ടിംഗ്, യൂഷ്വലി യൂസിങ് വോയിസ് റെക്കഗ്നേഷൻ. നമുക്ക് ഡിജിറ്റലി അത് എന്ത് ചെയ്യാൻ പറ്റും? റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. വോയിസ് റെക്കഗ്നേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിസൾട്ട് പോസിറ്റീവ് ആണ്, നെഗറ്റീവ് ആണെന്നൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. പ്രിന്റബിൾ ലൈക്ക് പേഷ്യന്റ് ലെറ്റർ ആൻഡ് പ്രിന്റർ റിപ്പോർട്ട്സ്. അതേപോലെ തന്നെ നമ്മൾ സ്കാൻ ചെയ്യുന്നതോടെ തന്നെ ഇലക്ട്രോണിക്കലി ആ ഡാറ്റ എൻട്രി ചെയ്ത് അപ്പൊ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പ്രിന്റ് എടുത്തിട്ട് പേഷ്യന്റിന് പേഷ്യന്റ് ലെറ്റർ ആയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പേഷ്യന്റിന് റിപ്പോർട്ട് പാസ് ചെയ്യാൻ പറ്റും. പ്രിന്റഡ് റിപ്പോർട്ടായിട്ട് പാസ് ചെയ്യാൻ പറ്റും. റിസൾട്ട് ട്രാൻസ്മിഷൻ ബൈ ഇന്റഗ്രേഷൻ ഓർ ഇമെയിലിംഗ് ഓഫ് ക്ലിനിക്കൽ റിപ്പോർട്ട്. അപ്പൊ ക്ലിനിക്കൽ റിപ്പോർട്ട് നമുക്ക് എങ്ങനെ മെയിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും? നിങ്ങളുടെ റിപ്പോർട്ട്സ് 1 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ മെയിലിലേക്ക് വരും എന്നൊക്കെ നമുക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെയിൽ വഴി നമുക്ക് ആ റിപ്പോർട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റും. പേഷ്യന്റ് ട്രാക്കിംഗ് ഹെൽപ്പ് ചെയ്യും. ഓരോ പേഷ്യൻസ് നല്ല കറക്റ്റ് രീതിയിലാണ് ഈ ക്യൂവിൽ നിൽക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്നൊക്കെ മനസ്സിലാക്കാം. ഇന്ററാക്റ്റീവ് ഡോക്യുമെന്റ്സ്, പിന്നെ വേറെ എന്തെങ്കിലും ഡോക്യുമെന്റ്സ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ അതിൽ കൊടുക്കാനായിട്ട് ഏത് റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ പറ്റുമെന്ന് പറയണേ. ക്രിയേഷൻ ഓഫ് ടെക്നിക്കൽ ഫയൽസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. മൊഡാലിറ്റി ആൻഡ് മെറ്റീരിയൽ മാനേജ്മെന്റിന് വേണ്ടത് ഹെൽപ്പ് ചെയ്യും. കൺസെന്റ് മാനേജ്മെന്റും ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്തതാണ്, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്ന റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റംസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ എക്സ്റേ സ്കാൻ ഒക്കെ എടുക്കുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് റേഡിയോളജി. അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഇൻഫർമേഷൻ സിസ്റ്റം ആണ് എന്ത്? റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. കുറച്ചും കൂടി യൂസ്ഫുൾ ആണ്. പിക്ചേഴ്സ് ഒക്കെ കിട്ടുന്നതുകൊണ്ട് തന്നെ കുറച്ചും കൂടി നമുക്ക് എന്താണ് യൂസ്ഫുൾ ആണ് ഏത് നമ്മുടെ റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഇനി കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി ആണ് പറയാൻ പോണേട്ടാ. കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി, അതിന് നമ്മൾ ഷോർട്ട് ആയിട്ട് CPOE എന്ന് പറയും. അതർവൈസ് നോൺ ആസ് കമ്പ്യൂട്ടറൈസ്ഡ് പ്രൊവൈഡർ ഓർഡർ എൻട്രി ഓർ കമ്പ്യൂട്ടറൈസ്ഡ് പ്രാക്ടീഷണർ ഓർഡർ എൻട്രി. 3 പേരുണ്ട്. ഈ പേരുകളൊക്കെ റിപ്പീറ്റ് ആയിട്ട് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു വെക്കാം. പേര് നമുക്ക് ശ്രദ്ധിച്ചു വെക്കണം കേട്ടോ. റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് മെഡിക്കൽ പ്രൊഫഷണൽസ് എൻറ്ററിങ് ആൻഡ് സെൻഡിങ് മെഡിറ്റേഷൻ ഓർഡർ. മെഡിക്കൽ പ്രൊഫഷണൽസിനെ എൻറ്റർ ചെയ്യുന്ന കാര്യമാണ് ഇത് കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി എന്ന് പറയുന്നത്. അവർക്ക് മെഡിറ്റേഷൻ സെൻഡ് ചെയ്യണം, ആ ഓർഡർ സെൻഡ് ചെയ്യാൻ അതൊക്കെയാണ്. ട്രീറ്റ്മെന്റ് ഇൻസ്ട്രക്ഷൻ ഇലക്ട്രോണിക്കലി ബൈ ദ വേ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻസ്റ്റെഡ് ഓഫ് പേപ്പർ ചാർട്ട്. അപ്പൊ പേപ്പറിൽ മുമ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ എങ്ങനെയാണ്? ഡോക്ടർ വന്നു, അദ്ദേഹം പേപ്പറിലാണ് നമുക്ക് എന്ത് ചെയ്ത് എഴുതി തരുന്നത്. അദ്ദേഹം നമുക്ക് മെഡിസിൻ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ പേപ്പറിലാണ് എഴുതുന്നത്. നമ്മൾ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഡോക്ടറെ മുമ്പ് എന്തുണ്ടാവും? സിസ്റ്റം ഉണ്ടാവും, ലാപ്പ് ഉണ്ടാവും. ആ ലാപ്പിലേക്കാണ് അദ്ദേഹം എൻ്റർ ചെയ്യണത്.
നമ്മൾ പേഷ്യന്റ് പുറത്തേക്ക് പോയി കഴിയുമ്പോൾ ആ ഡാറ്റ എൻട്രോ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഡാറ്റ ഓട്ടോമാറ്റിക്കലി ആരുടെ കയ്യിലേക്ക് പോയിട്ടുണ്ടാവും, മെഡിസിൻ സപ്ലൈ ചെയ്യണം അവിടേക്ക് പോയിട്ടുണ്ടാവും. അപ്പൊ അവരായിരിക്കും പിന്നെ നമുക്ക് ആ ഇൻഫർമേഷൻസ് ഒക്കെ അത് നോക്കിയിട്ട് അവർ നമുക്ക് എന്ത് തന്നോളും, മെഡിസിൻ തന്നോളും. മെഡിസിൻ തന്നു കഴിയുമ്പോൾ അവർ പറയും ബില്ലിംഗ് സെഷനിലേക്ക് പോക്കോളാം. നമ്മൾ ഇവിടുന്ന് ബില്ലൊന്നും വാങ്ങിക്കണ്ട, അവർ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ഇലക്ട്രോണിക്കലി എല്ലാം ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. എമൗണ്ട് ഒക്കെ അവർക്ക് അറിയാൻ പറ്റും. ബില്ല് അടിച്ചോളാൻ പറഞ്ഞിട്ട് നമുക്കൊരു സ്ലിപ്പ് വരും. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ബില്ല് ഓൾറെഡി എന്തിൽ വന്നിട്ടുണ്ടാവും, സിസ്റ്റത്തിൽ വന്നിട്ടുണ്ടാവും. ഇത്രയും എമൗണ്ട് എന്ന് പറയും, അത് അടിക്കാം, നമ്മ അത് അവിടെ നിന്ന് പോരാം. ഇത് ഇലക്ട്രോണിക്കലി ആണ് ഇപ്പൊ എല്ലായിടത്തും ഉള്ളത് എന്നാണ് പറയണത്. നമ്മുടെ എവിടെ ഉള്ളത്, കൂടുതലായിട്ട് ഉള്ളത് എന്നാണ് പറയണത്. നമ്മ ഇന്ന് കവർ ചെയ്തത് എന്താണ്, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സിനെ കുറിച്ച് പറഞ്ഞു. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സിന്റെ രണ്ട് പേര് പറഞ്ഞു. ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് എന്നും പറയും, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സും പേപ്പർ റെക്കോർഡ്സും തമ്മിൽ കമ്പയർ ചെയ്തു. ഇപ്പൊ പേപ്പർ റെക്കോർഡ്സിനേക്കാളും കുറച്ചും കൂടി നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഏതാണ്, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് ആണെന്ന് പറഞ്ഞു. പിന്നെ ലാബോറട്ടറി മാനേജ്മെന്റ് സിസ്റ്റം പറഞ്ഞു. ലാബുകളിലൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് റിസൾട്ട് കിട്ടും. അത് എന്തുകൊണ്ടാണ് പോസിബിൾ ആവുന്നത്, ലാബോറട്ടറി മാനേജ്മെന്റ് പ്രോപ്പർ ആയതുകൊണ്ടാണ് പോസിബിൾ ആവുന്നത്. നമ്മൾ ലാബിൽ ഇപ്പൊ ടെസ്റ്റ് ചെയ്യാൻ സാമ്പിൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സാമ്പിളിന്റെ റിസൾട്ട് ഒക്കെ ഒരു സിസ്റ്റത്തിലേക്കാണ് കയറ്റുന്നത്. അതനുസരിച്ച് നമുക്ക് റിപ്പോർട്ട് പ്രിന്റ് ചെയ്ത് കിട്ടും. അപ്പൊ അവിടെ മിസ്റ്റേക്കുകളൊക്കെ വരാനുള്ള ചാൻസ് കുറവാണ്. ഈ റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സിന്റെ ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ എന്താ നടത്തുന്നത്, റേഡിയോളജിക്കൽ എക്സാമിനേഷൻ ഒക്കെ നടത്തുന്നത്. അപ്പൊ അവർക്ക് പിക്ചർ ഇമേജും കിട്ടും, എക്സാമിനേഷൻ റിസൾട്ടും കിട്ടും. അപ്പൊ അതിന്റെ ഫീച്ചേഴ്സുകൾ പറഞ്ഞു. പിന്നെ കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രിയുടെ കാര്യം പറഞ്ഞു. അപ്പൊ ഇന്നത്തെ ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഇൻഫർമേഷൻസ് ആണ്. വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഇൻഫർമേഷൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ എഴുതണം, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് എഴുതാം, ലാബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം, പിന്നെ റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം, പിന്നെ കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി. 4 എന്താ ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിനെയാണ് നമ്മൾ കവർ ചെയ്ത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വേഗം ചോദിക്കാം. 10 മിനിറ്റ് ഉണ്ട്, ആ സമയത്ത് നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇല്ലാന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്ലാസ്സിൽ എടുക്കാൻ പോണ ടോപ്പിക്കാണ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോണെന്നുള്ളൂ, പറഞ്ഞു പോണെന്നുള്ളൂ. കാരണം 10 മിനിറ്റ് കൂടി ഉണ്ടല്ലോ, അതുകൊണ്ട് പറഞ്ഞു പോണെന്നുള്ളൂ. 10 യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ ഹോസ്പിറ്റലില് എവിടെയൊക്കെയാണ് കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യണമെന്നാണ് പറയുന്നത് കേട്ടാ. മെയിൻ പേഷ്യന്റ് ഇൻഫർമേഷൻ, പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം, കമ്പ്യൂട്ടർ യൂസ് ചെയ്യണം. അതേപോലെ അടുത്ത ടോപ്പിക്കാണ് ഞാനത് വയ്ക്കാം. പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കമ്പ്യൂട്ടർ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ പേഷ്യന്റിനെ മോണിറ്റർ ചെയ്യാനായിട്ട്, ഇപ്പൊ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിന്റെ ഒക്കെ ആണെങ്കിൽ BP അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഈ മോണിറ്ററിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ പേഷ്യന്റിനെ മോണിറ്റർ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. മെഡിക്കൽ റിസർച്ചിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം നോക്കണമല്ലോ എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ്, എത്ര പേഷ്യന്റ് എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യം റിസർച്ചിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. ഇൻവെന്ററി മാനേജ്മെന്റിന് നമുക്ക് മെഡിസിനും അതേപോലെ ഹെൽത്തിലേക്ക് എക്യുപ്മെന്റ്സ് ഒക്കെ ആവശ്യമില്ല, അതിന്റെ മാനേജ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. യൂസ് ഇൻ സർജിക്കൽ പ്രൊസീജിയേഴ്സിലും ഇപ്പൊ എന്താണ് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ യൂസ് ഓഫ് കമ്പ്യൂട്ടർ ഇൻ ഹോസ്പിറ്റൽ, മെഡിക്കൽ എക്യുപ്മെന്റ്സ് ആൻഡ് ഇമേജിങ് നോക്കിയാ സ്കാൻ ചെയ്യണണ്ട. ഇത് MRI സ്കാനിങ്, CT സ്കാനിലൊക്കെ കമ്പ്യൂട്ടറിന്റെ ഈ മെഡിക്കൽ എക്യുപ്മെന്റ് ആണ്. അതിന് എന്തായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, സ്കാൻ ഒക്കെ ചെയ്യണം. അതിന്റെയൊക്കെ ഹെൽപ്പ് കൊണ്ടാണ് സ്കാൻ ചെയ്യുന്നത്. കമ്മ്യൂണിക്കേഷന്റെ കാര്യത്തിലായാലും ഇപ്പൊ ഡോക്ടേഴ്സിന്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പൊ ഓൺലൈനിൽ കൂടെ ഒക്കെ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ വിദേശത്തൊക്കെ ഉള്ള ഡോക്ടർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും അഡ്വൈസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓൺലൈനായിട്ട് കമ്പ്യൂട്ടർ വഴി നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അടുത്തത് ടെലി മെഡിസിൻ ആണ്. മെഡിസിൻസ് ഒക്കെ വെച്ചാൽ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ മെഡിസിൻ ഡോക്ടറിനെ കണ്ട് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്തത് അത് കഴിക്കാനായിട്ട് പറ്റും. അത് ഓർഡർ ചെയ്യണമെങ്കിൽ ടെലിഫോൺ വഴി ഓർഡർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം,
വീട്ടിലേക്ക് എത്തിച്ചു കിട്ടും. പിന്നെ കസ്റ്റമർ സർവീസിന് എന്താണ് കമ്പ്യൂട്ടർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആണ് ഓൺലൈൻ പേയ്മെന്റ്സ്. ഇപ്പൊ കമ്പ്യൂട്ടർ വഴിയൊക്കെ ഒരുപാട് പേയ്മെന്റ് ഒക്കെ നടത്താറുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇനി നമ്മുടെ അടുത്ത ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. പുതിയ ടോപ്പിക് എടുക്കാത്തത് ഒരുപാട് കൂടുതലാവുമല്ലോ, അപ്പൊ അത് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റൂല. നമ്മൾ ഇന്ന് എടുത്തത് സിമ്പിൾ ആയിട്ട് 4 ടോപ്പിക്കാണ് പറഞ്ഞത്. ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം ആണ് എടുത്തത്. 4 ടോപ്പിക് കവർ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ എന്ത് ചെയ്യാം, വായിച്ചു നോക്കാം. എല്ലാവരും ഒന്ന് വായിച്ചു നോക്കി. ഞാൻ ഇന്ന് എടുത്ത പോർഷൻസ് ഒന്ന് വായിച്ചു നോക്കിയേ. ഒരു 5 മിനിറ്റ് എടുത്തൊന്ന് വായിച്ചേ. എല്ലാവരും റീഡ് ചെയ്തൊന്ന് വിചാരിക്കണം. ഡൗട്ട് ഒന്നും ഇല്ലാലോ? ഇല്ല ടീച്ചർ. താങ്ക് യു. താങ്ക് യു ടീച്ചർ.